മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ ആവലോടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വേലക്കാർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഡേവിസ് ചേട്ടൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ ഒരു വാക്കേ അദ്ദേഹം പറഞ്ഞുള്ളൂ. മാനസാന്തരം നമ്മളുടെ ജീവിതത്തിൽ വേണം. ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ ഒന്നാം ഞായറാഴ്ച കേവലം 4 ദിവസമേ ആയിട്ടുള്ളൂ 2026 പിറന്നിട്ട്. നാളുകളായി ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വാക്ക് ചിന്തിച്ചാൽ നല്ലതാണ്. ഞാൻ മാനസാന്തരപ്പെട്ടോ? നമ്മൾ ഈ പുതുവർഷത്തിൽ അനേക തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടാകും. ഇതുവരെയും പാലിക്കപ്പെടാതിരുന്ന കാര്യങ്ങൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നാം പലരും തീരുമാനിക്കും. പെശകിപ്പോയ കാര്യങ്ങളുണ്ട്. വീടിൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ സ്വൈര്യ സംഭാഷണങ്ങളിൽ പെശക് വന്നവരുണ്ട്. അടുക്കും ചിട്ടയും അതിൽ പെശക് വന്നവരുണ്ട്. അല്ല, പാപത്തിൽ ജയം കിട്ടാതെ അവിടെ പെശകി പോയവരുണ്ട്. അതേക്കുറിച്ചെല്ലാം നാം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനമിട്ടുകൊണ്ട് നാം ഒന്ന് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മാനസാന്തരപ്പെട്ടോ? എന്താണ് മാനസാന്തരമെന്ന് കുറച്ച് നാളുകൾക്ക് മുൻപ്, ഒരു 2-3 മാസം ആയിട്ടില്ല, അതിനു മുൻപ് നാളുകളായി കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ഒരു ദൈവപൈതലിനോട് ചോദിക്കാൻ ഇടവന്നു, മാനസാന്തരപ്പെട്ടോ? പെട്ടെന്ന് തന്നെ ഉറപ്പില്ലാത്ത ഒരു മറുപടി എനിക്ക് അറിഞ്ഞുകൂടാ എന്നായിരുന്നു. യോഗത്തിന് വരുന്നുണ്ട്, വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ഒറ്റയ്ക്കിരുന്ന് തനത് പ്രാർത്ഥന നിർവഹിക്കുന്ന ശീലമുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷേ മാനസാന്തരപ്പെട്ടോ എന്ന് അറിഞ്ഞുകൂടാ. ചോദ്യം വളരെ വ്യക്തമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്തിൽ ചിന്തിക്കാം, ഞാൻ മാനസാന്തരപ്പെട്ടോ എന്ന്. വീണ്ടും ഞാൻ ആ ചോദ്യം വ്യക്തമായി അദ്ദേഹത്തോട് ഒന്നോട് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടോ? മാനസാന്തരപ്പെട്ടോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, രക്ഷിക്കപ്പെട്ടോ? അപ്പോഴും എനിക്ക് വ്യക്തമല്ല. മാനസാന്തരം എന്താണ് എന്നും രക്ഷ എന്താണെന്നും തിരിച്ചറിയാതെ നാം എങ്ങനെ മുമ്പോട്ട് പോകും? വ്യക്തമായി പറഞ്ഞാൽ, അടിസ്ഥാനം ഉറപ്പിക്കാതെ നാം എങ്ങനെ ആത്മീയത്തിൽ മുൻപോട്ട് പോകും? പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ചിന്താക്കുഴപ്പത്തിലാണെങ്കിൽ ഒന്ന് വ്യക്തമായി ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിക്കണം. രക്ഷയുടെ ആ ഉറപ്പ്, മാനസാന്തരത്തിൻ്റെ ആ ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് ഇന്ന് വീട്ടിലേക്ക് പോകണം. രണ്ട് മാസത്തെ പഴക്കമോ 1 കൊല്ലത്തെ പഴക്കമോ ഒന്നും വേണ്ട മാനസാന്തരപ്പെടാൻ. ഇന്ന് ഈ ഹോളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് മാനസാന്തരപ്പെടാം. എങ്ങനെയാണോ ഈ ഹോളിലേക്ക് കടന്നു വന്നത് അതിൽ നിന്ന് വിപരീതമായി മാനസാന്തരപ്പെട്ടുകൊണ്ട് പോകാം. രക്ഷയുടെ സന്തോഷം അനുഭവിച്ചു കൊണ്ട് പോകാം. എന്താണ് ഈ മാനസാന്തരം? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു അക്രൈസ്തവൻ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണോ നാം ക്രൈസ്തവർ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നത്? ക്രൈസ്തവനല്ലാത്ത ഒരു വ്യക്തി, ക്രിസ്ത്യാനി അല്ലാത്ത ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നത് പോലെ തന്നെയാണോ
ഒരക്രൈസ്തവൻ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത്, അതിനും ഉത്തരം കിട്ടിയില്ല. ഞാൻ വ്യക്തമാക്കി കൊടുത്തു. ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്ത് ഞാൻ എല്ലാ ദിവസവും വാഹനം ഓടിച്ചുകൊണ്ട് വീട്ടിൻ്റെ മുമ്പിലൂടെയാണ് പോകുന്നത്. സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപക ദമ്പതികളായ ഒരു കുടുംബം, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ആ വീട്ടിൽ ഏകദേശം ഒരു 12 കൊല്ലമായി വീട്ടുജോലിക്ക് വന്നിരുന്ന ഒരു സ്ത്രീയെയും എനിക്കറിയാം. ആ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആ അധ്യാപക ദമ്പതികൾ ഒരു തെറ്റിനും പോകുന്നവരല്ല, എനിക്കറിയാം. പുറമേ ഒരു വേണ്ടാതനവും കാണിക്കുന്നില്ല. ഏറ്റവും നന്നായി സഭ്യമായി സംസാരിക്കുന്നു. ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ പോലും ഒരു മറുവാക്ക് പറയാതെ തന്നിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരു സ്വഭാവമാണ് 2 പേർക്കും. ആ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തന്നെ. ആ വീട്ടിൽ ജോലി ചെയ്തിരുന്ന 12 കൊല്ലമായി ജോലി ചെയ്തിരുന്ന ആ സ്ത്രീയുടെ മകൾക്ക് വിവാഹാലോചന വന്നു. വിവാഹത്തിനുള്ള ചിലവ് നടത്തി കൊടുക്കാൻ ആ സ്ത്രീയുടെ കയ്യിലില്ല. അപ്പോഴീ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഈ കുടുംബം, ആ കുടുംബനാഥനും നാഥയും ചേർന്ന് 20 ലക്ഷം രൂപ ആ സ്ത്രീയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. അവർ പോലും അറിയാതെ അവരുടെ ഒരു മാസശമ്പളത്തിൽ നിശ്ചിത തുക എടുത്തു വെച്ച്, ഞാൻ മനസ്സിലാക്കുന്ന ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചു എന്നാണ്. അത് വളർന്ന് വലുതായി ഒരു വലിയ തുകയായി. ആ സ്ത്രീ അമ്പരപ്പോടെ ആ തുക ഏറ്റുവാങ്ങി. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ഈ സംസാരിച്ച വ്യക്തിയോട് ചോദിച്ചു, അവർ മാനസാന്തരപ്പെട്ടോ? അവർ മാനസാന്തരപ്പെട്ടോ? ഈ ലോകത്തിൽ എന്തെങ്കിലും തിന്മയാണോ അവർ ചെയ്തത്? ഒരുപക്ഷെ നാളുകളായി വചനം കേൾക്കുന്ന നമ്മളെക്കാൾ എത്രയോ, നമ്മൾ ചെയ്തതിനേക്കാൾ എത്രയോ നല്ല ഒരു പ്രവൃത്തി ലോകത്തിൻ്റെ മുൻപിൽ അവർ ചെയ്തു. എന്ത് മനോഹര മാതൃകകളായി ഭൂമിയിലൂടെ അവർ ജീവിക്കുന്നു. മാനസാന്തരപ്പെട്ടോ? പെട്ടെന്ന് പറഞ്ഞു, ഇല്ല, മാനസാന്തരപ്പെട്ടില്ല. പിന്നെ എന്താണ് സഹോദര നമ്മുടെ മാനസാന്തരവും ഒരു അക്രൈസ്തവൻ്റെ മാനസാന്തരവും തമ്മിലുള്ള വ്യത്യാസം? ഒരു അക്രൈസ്തവൻ അതുവരെയും ജീവിതത്തിലുണ്ടായിരുന്ന അഴുക്ക് ഉപേക്ഷിച്ചാൽ അവൻ്റെ മനസ്സിന് അന്തരമായി, അവൻ്റെ മനസ്സിന് അന്തരം സംഭവിച്ചു. അതാണ് അവൻ്റെ മാനസാന്തരം. അവൻ നല്ല വഴിക്ക് ചിന്തിക്കാൻ തുടങ്ങി, നല്ല വഴിക്ക് ജീവിക്കാൻ തുടങ്ങി. അടുക്കും ചിട്ടയും അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അവൻ മാനസാന്തരപ്പെട്ടു. പക്ഷേ നാം ആയോ? നമുക്കൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നു, നീ ഇതുവരെയും ചെയ്തു കൂട്ടിയ നിൻ്റെ തിന്മ പ്രവൃത്തികളോ, ഇതുവരെയും നിൻ്റെ ജീവിതത്തിലേക്ക് വന്ന അറിവോടുകൂടെയും അറിവ് കൂടാതെയും വന്ന തിന്മ പ്രവൃത്തികൾക്ക് പരിഹാരം നീ വരുത്തിയോ? ആ ഒരു ചോദ്യത്തിനും കൂടെ ഉത്തരം കണ്ടുപിടിക്കണം. എങ്കിലേ ക്രൈസ്തവരായ നാം മാനസാന്തരപ്പെട്ടു എന്ന് പറയുകയുള്ളൂ. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന തിന്മകളെ നാം ഉപേക്ഷിക്കണം. അഴുക്കുകളെ നാം ഉപേക്ഷിച്ച് നല്ല വഴിയിലേക്ക് തിരിയണം. തീർന്നില്ല. ഇതുവരെയും ഇന്നലെ വരെയും അല്ല, ഈ ഹോളിലേക്ക് ഇതുവരെ ഈ നിമിഷം കടന്നു വന്ന ഈ നിമിഷം വരെയും എൻ്റെ ജീവിതത്തിലുള്ള അഴുക്കുകൾക്ക് എന്താണ് പരിഹാരം? അഴുക്കുകൾക്ക് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു കുരിശിൽ എന്താണ് എനിക്ക് വേണ്ടി നിർവഹിച്ചത് എന്ന് വ്യക്തമായി നാം തിരിച്ചറിയണം. ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യമെന്ന് ദൈവത്തെ ധരിച്ച പിതാക്കന്മാർ ഒരു വാക്യത്തെ ചൂണ്ടി പറയും. ഈ വാക്യമാണ് വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം. ദൈവത്തെ ധരിച്ച പിതാക്കന്മാർ, ഇന്ന് നാം കാണുന്ന പിതാക്കന്മാരല്ല, ദൈവത്തെ അനുഭവിച്ച് ഈ ഭൂമിയിലൂടെ കടന്നുപോയ പിതാക്കന്മാർ പറയും, ഈ വാക്യമാണ് വേദപുസ്തകത്തിലെ താക്കോൽ വാക്യം. എന്താണ് ഒരു താക്കോലിൻ്റെ പ്രത്യേകത? നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഈ ബിൽഡിംഗ് അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഈ ബിൽഡിങ്ങിനകത്ത് കയറി ഈ യോഗം നടക്കാൻ പറ്റുകയില്ല. അതിൻ്റെ കീ കണ്ടുപിടിച്ച് ശരിയായ കീ ഉപയോഗിച്ച് തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ റൂമിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ വിലപിടിപ്പുള്ള ആഭരണങ്ങളോ അല്ലെങ്കിൽ പൈസയോ ഒരു വിലയേറിയ ഒരു ഇരുമ്പ് സേഫിലാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കീ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് തല്ലി പൊട്ടിക്കാൻ പറ്റിയെങ്കിൽ ചിലപ്പോൾ പറ്റും, പക്ഷേ അത് ശരിയായ കീ കണ്ടുപിടിക്കാതെ തുറക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതാണ് താക്കോലിൻ്റെ പ്രത്യേകത. ഈ വേദപുസ്തകത്തിനൊരു താക്കോലുണ്ട്. നിങ്ങൾക്ക് അനേകർക്ക് അറിയാമായിരിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തെയാണ് വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം എന്ന് പറയുന്നത്.
സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് നാം എല്ലാവരും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. ചോദ്യം ഇതാണ്, എന്താണ് ഈ വിശ്വസിക്കേണ്ടത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കണമെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. എന്താ വിശ്വസിക്കേണ്ടത്? എന്താണ് വിശ്വസിക്കേണ്ടത്? വിശ്വസിക്കേണ്ട കാര്യം എന്താണ്? യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് വിശ്വസിച്ചാൽ മതിയോ? യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചാൽ മതിയോ? യേശുക്രിസ്തു ദൈവപുത്രനാണ്, ശരി, അത് വിശ്വസിച്ചാൽ മതിയോ? പുത്രനിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും പിന്നെ നശിക്കുകയില്ല. സോ വിശ്വസിക്കാത്ത ഏവനും എന്തു ചെയ്യും? നശിച്ചു പോവുക തന്നെ ചെയ്യും. വിശ്വസിക്കാത്തവന് നാശമുണ്ട്, വിശ്വസിച്ചവന് നാശമില്ല. എന്ത് വിശ്വസിക്കണം? യേശുക്രിസ്തു ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകല പാപങ്ങൾക്കും ക്രിസ്തുവിൻ്റെ തിരുരക്തം പരിഹാരമാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ യേശുവിൻ്റെ പേര് മാറി. യേശുവിൻ്റെ പേര് ഇവിടെ ദൈവവൈതൽ പറഞ്ഞപ്പോൾ എൻ്റെ രക്ഷകനെന്നായി. യേശുക്രിസ്തു ദൈവപുത്രനാണ്, പക്ഷേ ക്രിസ്തു രക്ഷകനായി നിൻ്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് യേശുക്രിസ്തുവുമായി നിൻ്റെ ജീവിതത്തിൻ്റെ മാനസാന്തരത്തിന് ബന്ധമുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, നാം എന്ത് വിശ്വസിക്കണം? ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ നാം എന്താണ് വിശ്വസിക്കേണ്ടത്? ഇതുവരെയും ഈ മുറിയിലേക്ക്, ഈ ഹോളിലേക്ക് ആശയോടെ ഞാൻ കടന്നു വന്ന ആ നിമിഷം വരെയും എൻ്റെ ചിന്തകൾ പാളിപ്പോയിട്ടുണ്ട്. അല്ല, നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ ചിന്തകളെ പിടിച്ചു നിർത്താൻ നിങ്ങൾ ചിലപ്പോൾ പാടുപെടുകയായിരിക്കും. അഴുക്കുകളിലും അത്യാഗ്രഹത്തിലും മറ്റുള്ളവരെക്കുറിച്ചുള്ള വേണ്ടാതനം ചിന്തിക്കുന്നതിലും നിങ്ങളുടെ മനസ്സ് ചിലപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ നിമിഷത്തിലും ഒരു വശത്തൂടെ ചെവിയിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പാടുപെടുന്ന ചിലരുണ്ടാകും. അവരും പറയണം, ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകല പാപങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം പരിഹാരമാണ്. ഒരു ഉറപ്പുണ്ട്, ഇനി ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുകയില്ല. അറിയാതെ എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് വരികയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ ഞാൻ അഭയപ്പെട്ട് ഞാൻ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം മുടക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് നമ്മുടെ നാവ് കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് നാം മാനസാന്തരപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഒരു ക്രൈസ്തവൻ്റെ മാനസാന്തരവും ഒരു അക്രൈസ്തവൻ്റെ മാനസാന്തരവും വ്യത്യാസമുണ്ട്. ഒരു ക്രൈസ്തവൻ മാനസാന്തരപ്പെടുന്നത് അതുവരെയും അവൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകല പാപക്കറകൾക്കും യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം മൂലമുള്ള പാപമോചനത്തെ സ്വന്തം നാവ് കൊണ്ട് ഏറ്റുപറയുമ്പോൾ പിന്നീട് തെറ്റില്ലാത്ത ഒരു ജീവിതം നയിക്കുമ്പോഴാണ് അവൻ്റെ മാനസാന്തരം പൂർണ്ണമാവുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം മാനസാന്തരപ്പെട്ടോ? മാനസാന്തരപ്പെടുക എന്നുള്ളതും രക്ഷിക്കപ്പെടുക എന്നുള്ളതിനും ഒരേ അർത്ഥമാണ്. 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു ലഘുലേഖ കിട്ടി. ഒരു ലഘുലേഖ, ട്രാക്റ്റ് എന്ന് നമ്മൾ പറയുമല്ലോ, ലഘുലേഖ കിട്ടി. ആ ലഘുലേഖയിൽ ആദ്യത്തെ 4 പേജുള്ള ലഘുലേഖയിൽ ചോദ്യം എന്താണ്? നിങ്ങൾ മാനസാന്തരപ്പെട്ടോ? യാതൊരു തെറ്റും അതുവരെയും ചെയ്തിട്ടില്ലാത്ത എന്ന് ഞാൻ ധരിച്ചിരുന്ന ആ ചോദ്യം കണ്ടപ്പോൾ അല്പം പുച്ഛത്തോടെ ആ പേപ്പർ ചുരുട്ടുകൂട്ടി പള്ളി കളഞ്ഞു. 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ വീടിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒരു നവീകരണ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി താമസിക്കാൻ വന്നു. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകൾ എൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അദ്ദേഹവും സ്നേഹത്തോടെ എനിക്കൊരു ട്രാക്റ്റ് തന്നു. ആ ട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? ആദ്യത്തെ ട്രാക്റ്റിൽ നീ മാനസാന്തരപ്പെട്ടോ എന്നാ. ഇപ്പോൾ ചോദ്യം, നീ രക്ഷിക്കപ്പെട്ടോ? അത് കണ്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ഞാൻ കീറിക്കളഞ്ഞു. പക്ഷേ ഇന്ന് ഈ 2 ചോദ്യങ്ങൾ ഇല്ലാത്ത ഒരു സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന 2 വാക്കുകളാണ് മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളുടെ കൊച്ചു ജീവിതത്തിലേക്കും ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ രക്ഷ എന്ന അടിസ്ഥാനം, മാനസാന്തരം എന്ന അടിസ്ഥാനം ഒന്ന് പാകി കിട്ടിക്കൊണ്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ഇനി ആര് ഉറപ്പിച്ച് ചോദിച്ചാലും ചോദ്യം ഉറപ്പോടെ ആകട്ടെ, ഉറപ്പില്ലാത്തതായിരിക്കട്ടെ, ഉറപ്പോടെ വേണം നിങ്ങളുടെ മറുപടി. നിങ്ങൾ മാനസാന്തരപ്പെട്ടോ? യെസ്, ഞാൻ മാനസാന്തരപ്പെട്ടു. ഞാൻ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ദൈവപൈതല. ആലോചിച്ചല്ല ഉത്തരം പറയേണ്ടത്. ഉള്ളിൽ നിന്ന് വരുന്ന ആ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ ചാടി ഉത്തരം പറയണം, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു.
ഈ ഓരോ പ്രാർത്ഥനയിലും ഇത് ആവർത്തിക്കണം. കർത്താവേ, ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകല പാപങ്ങൾക്കും അവിടുത്തെ തിരുരക്തം പരിഹാരമാണ്. ഞാൻ വിശ്വസിക്കുന്നു, അത് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. കേവലം നാവ് കൊണ്ട് പറയുകയല്ല, ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അതെൻ്റെ നാവ് കൊണ്ട് ഞാൻ ഏറ്റു പറയുന്നു. ഒരു ഉറപ്പുണ്ട് കർത്താവിന്, ഇനി ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുകയില്ല. അറിയാതെ ഒരു തെറ്റെൻ്റെ ജീവിതത്തിൽ വന്നാൽ അതിന് തിരുരക്തം പരിഹാരമാണ്. തിരുരക്തത്തിൽ ഞാൻ അഭയം പ്രാപിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് എന്നെ കൈക്കൊള്ളാമെന്നുള്ള ആ ഉറപ്പിന് ഞാനൊരു വിഘാതം ഏൽപ്പിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് ഇരച്ച് കയറും. മാനസാന്തരപ്പെട്ടവന് ഈ വേദപുസ്തകം വാഗ്ദാനം ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. അനേക കാര്യങ്ങളുണ്ട് മാനസാന്തരപ്പെട്ടവന് ലഭിക്കുന്ന ഗുണങ്ങൾ. മാനസാന്തരം കൊണ്ട് എന്ത് ലഭിക്കും? യിരെമ്യാ പ്രവചനം അതിൻ്റെ 29-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? യിരെമ്യാ പ്രവചനം അതിൻ്റെ 29-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, നീ മാനസാന്തരപ്പെട്ടാൽ നിനക്കൊരു കാര്യം ലഭിക്കുമെന്ന് അവിടെ പ്രവചിച്ചു വച്ചിട്ടുണ്ട്. യിരെമ്യാ പ്രവചനം എഴുതി വച്ചിരിക്കുന്നു. ഒന്ന് വായിച്ചേ. നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി, നിങ്ങളൊരു ശുഭഭാവി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഒരു പക്ഷേ ആത്മീയമായി അത്ര തഴക്കമോ പഴക്കമോ ഇല്ലാത്തവർ, അല്ല തഴക്കമോ പഴക്കമോ ഉള്ളവരാകട്ടെ, അവർക്ക് ലോകത്തിൻ്റേതായ ഈ ലോകത്തിലെ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ അനേക സമ്മർദ്ദങ്ങളുണ്ട്. അപ്പോൾ ആത്മീയമായ സ്വപ്നങ്ങൾ കാണാനൊന്നും അവർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല. അവരുടെ ആഗ്രഹം എന്താ? ഇന്നവരനുഭവിക്കുന്ന ഈ ഭൂമിയിലെ ഒരു ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം കിട്ടണം. ഇന്നവരനുഭവിക്കുന്ന ഒരു കടബാധ്യതയ്ക്ക് പരിഹാരം കിട്ടണം. ഇന്നവരനുഭവിക്കുന്ന സ്വന്തം കുഞ്ഞിൻ്റെ വിഷയത്തിൽ ഒരു പരിഹാരം കിട്ടണം. ഇന്നവരനുഭവിക്കുന്ന കുടുംബത്തിലെ അസമാധാനത്തിൽ ഒരു പരിഹാരം കിട്ടണം, ഒരു നീക്കുപോക്ക് കിട്ടണം. പ്രിയപ്പെട്ടവരെ, സ്വപ്നം കാണൂ, നിങ്ങളതിനെ ശുഭഭാവി എന്ന് വിളിച്ചോളൂ, യാതൊരു തെറ്റുമില്ല. നിങ്ങൾ സ്വപ്നം കാണുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം ചില പ്ലാനുകൾ എൻ്റെ കയ്യിലുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് എൻ്റെ മനസ്സിലുണ്ട്. അതിന് ചില പ്ലാനുകളുണ്ട്. ആ പ്ലാനുകളിലൂടെ മാത്രമേ ആ നിരൂപണങ്ങൾ ഇന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾക്കറിഞ്ഞുകൂടാ. അത് നിങ്ങളുടെ ശുഭഭാവിക്ക് വേണ്ടിയിട്ടുള്ള നിരൂപണങ്ങളാണെന്ന് നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല. ആ നിരൂപണങ്ങൾ എൻ്റെയാ. നിങ്ങളല്ല നിരൂപണങ്ങളെ കാണുന്നത്, ഞാനാണ് നിരൂപണങ്ങളെ കാണുന്നത്. എൻ്റെ ഉള്ളിൽ ചില നിരൂപണങ്ങളുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം, ആ നിരൂപണങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കാണ്, തിന്മയ്ക്കല്ല. നിങ്ങളുടെ നിരൂപണങ്ങൾ നന്മയ്ക്കല്ല, തിന്മയ്ക്കാണ്. നിങ്ങളുടെ തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ്. വീണ്ടും തുടർന്ന് വായിച്ചേ എൻ്റെ വാക്യങ്ങൾ. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും. അവിടെ ഒരു വാക്കുണ്ട്, എൻ്റെ സന്നിധിയിൽ വരിക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അല്പം കണ്ണു തുറന്ന്, ഉറക്കം വരാം, പക്ഷെ എന്നാലും കണ്ണു തുറന്ന് ഒന്ന് ശരീരത്തെ ഒന്ന് മനഃപൂർവ്വം ഉന്മേഷത്തോടെ ആക്കി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. എന്താണ് സന്നിധിയിൽ വരിക എന്ന് പറഞ്ഞാൽ? പഴയ നിയമ പ്രമാണത്തിൽ യഹൂദനോട് എൻ്റെ സന്നിധിയിൽ വരിക എന്ന് ദൈവം പറഞ്ഞാൽ എന്താണ് അർത്ഥം? യഹൂദൻ എങ്ങനെയാണ് പഴയ നിയമകാലത്ത്, ന്യായപ്രമാണ കാലത്ത് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്? അഥവാ നമസ്കാര സ്ഥലങ്ങളിലേക്ക് യഹൂദൻ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്? അവൻ പള്ളിയിൽ പോകുന്നതിന് മുൻപ് അവനൊരു മൃഗത്തെ പിടിക്കും. പള്ളിയിൽ പോകുന്നതിന് മുൻപ് നിർബന്ധമാണ് മൃഗത്തെ പിടിച്ചുകൊണ്ട് പോകണം. അവൻ്റെ വീടിന് പുറകിലുള്ള തൊഴുത്തിൽ കയറി ഒരു മേൽത്തരമായ മൃഗത്തെ, അത് പശുവാകാം, ആടാകാം, കാളയാകാം, ഏതെങ്കിലും ഒരു മൃഗത്തെ, അവൻ്റെ കഴിവിനൊത്തവണ്ണം ഒരു മൃഗത്തെയും കൊണ്ടാണ് അവൻ ദേവാലയത്തിലേക്ക് പോവുക. സ്വന്തമായി മൃഗമില്ലെങ്കിൽ പൈസ കൊടുത്തു വാങ്ങി മൃഗത്തെയും കൊണ്ട് ദേവാലയത്തിലേക്ക് പോകും. എന്തിനാ? അങ്ങനെ യഹൂദൻ പള്ളിയിലേക്ക് പോവുകയുള്ളൂ. സന്നിധിയിൽ, യഹോവയുടെ സന്നിധിയിൽ യഹൂദൻ കടന്നു ചെല്ലുന്നത് ഒരു മൃഗവുമായിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? അവൻ അതുവരെയും ചെയ്തു കൂട്ടിയ പാപങ്ങൾ ദൈവത്തിൻ്റെ പുരോഹിതൻ പ്രാർത്ഥിച്ച് ആ മൃഗത്തിൻ്റെ മേൽ ആരോപിക്കും. അവൻ പൈസ മുടക്കി, അവൻ പരിശ്രമിച്ച് വളർത്തിക്കൊണ്ടുവന്ന അവൻ്റെ അധ്വാന ഫലത്തിൽ അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെ ആരോപിക്കും. അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ആര് ഈ ലോകത്തു നിന്ന് ഇല്ലാതെയാകണം? ആ മൃഗം ഈ ലോകത്തു നിന്ന് ഇല്ലാതെയാകണം. എങ്കിൽ മാത്രമേ യഹൂദൻ സന്നിധിയിലേക്ക് കടക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടക്കണമെങ്കിൽ ഇതൊരു പ്രമാണമാണ്. അവൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സകല പാപങ്ങൾക്കും
പരിഹാരം ആ മൃഗത്തിൻ്റെ മേൽ ആരോപിക്കണം. അവൻ്റെ ഓർമ്മയിലുള്ള സകലതും അത് ദൈവത്തിന് വേണ്ടി അവന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രവർത്തിക്കുന്ന പുരോഹിതൻ ഈ മൃഗത്തിൻ്റെ മേൽ കൈവച്ച് ഈ മൃഗത്തിൻ്റെ മേൽ ആ പാപം അവരോധിക്കും. അതിനുശേഷം ആ മൃഗം കൊല്ലപ്പെടണം. പാപത്തിന് ശിക്ഷ ഒന്നേ ഉള്ളൂ. ഏതാണ് പാപത്തിൻ്റെ ശിക്ഷ? മരണമാ. അത് അന്നും ശരിയാണ്, മരണമാണ്. ഇന്നും ശരിയാണ്, മരണമാണ്. പക്ഷേ ഇന്ന് ഞായറാഴ്ച നാം പള്ളിയിൽ പോകുമ്പോൾ എത്ര പേര് നാം ആടിനെ പിടിക്കാൻ പോയി? എത്ര പേര് നാം പശുവിനെ പിടിക്കാൻ പോയി? എത്ര പേര് കുറുപ്രാവിനെയോ ചങ്ങാലിയോ പിടിക്കാൻ പോയി? നാം ആരും പള്ളിയിൽ പോകുമ്പോൾ മൃഗത്തെ പിടിച്ചുകൊണ്ടല്ല പോകുന്നത്. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവർ? എന്തുകൊണ്ട്? നമുക്ക് വേണ്ടി കുരിശിൽ ഒരുവൻ തകർക്കപ്പെട്ടു. അത് ഏകബലിയാണ്, ഒരിക്കൽ തകർക്കപ്പെട്ടു. ഇനി നാം എന്ത് ചെയ്താൽ മതി? ഹൃദയത്തിൽ ആ ബലി വിശ്വസിച്ചുകൊണ്ട് നാവ് കൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റുപറയണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതാണ് സന്നിധിയിൽ ചെല്ലുന്ന യഹൂദൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ മാനസാന്തരപ്പെട്ടവനായിട്ടാണ് കടന്നു പോകുന്നത്. നാമും മൃഗത്തെ പിടിക്കാൻ പോകണ്ട, നാം ഒരു തൊഴുത്തിലും കയറണ്ട, എങ്ങും പൈസ കൊടുക്കണ്ട, വീട്ടിലിരിക്കുന്ന ഉള്ള തുച്ഛമായ സൗകര്യത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നാം നമ്മുടെ മാനസാന്തരം വന്നുപോയ പാപത്തെക്കുറിച്ച് അനുദപിച്ച്, അല്ല ഇവിടെ വെച്ച് തന്നെയാകട്ടെ അനുദപിച്ച് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിലുള്ള വിശ്വാസം നാം ഉറക്കെ പ്രഖ്യാപിച്ചാൽ നാമും ആരുടെ ഗണത്തിലേക്ക് മാറ്റപ്പെട്ടു? മാനസാന്തരപ്പെട്ടവരുടെ ഗണത്തിലേക്ക് മാറ്റപ്പെട്ടു. യഹൂദൻ സന്നിധിയിലേക്ക് ചെല്ലുന്നത് പോലെ തന്നെ നാമും സന്നിധിയിലേക്ക് ചെന്നു. നമ്മുടെ പേരും എന്തായി? മാനസാന്തരപ്പെട്ടവനായി. അന്ന് യഹൂദന് കൊടുത്ത പ്രമാണം എന്താണ്? നിനക്കൊരു ശുഭഭാവിയുണ്ട്. മാനസാന്തരപ്പെട്ടവന് ലഭിക്കുന്ന ആദ്യ ഗുണം, നിനക്കൊരു ശുഭഭാവിയുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. താഴോട്ട് വായിച്ചേ, ഒരു വാക്യം കൂടെ ഉണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ശുഭഭാവി എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ നിർവചിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്ന കാര്യങ്ങൾ എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. എന്താണ് സന്നിധിയിൽ വരിക എന്ന് പറഞ്ഞാൽ? പഴയ നിയമകാലത്ത് യഹൂദൻ സന്നിധിയിൽ വരിക എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുക എന്നർത്ഥം. യാഗമൃഗത്തെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് വന്നവൻ്റെ പാപത്തിന് നിവർത്തി വരിക എന്നർത്ഥം. ഇന്ന് നാം സന്നിധിയിൽ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിലിരുന്നോ യോഗത്തിലിരുന്നോ മാനസാന്തരപ്പെടുക. എങ്ങനെയാണ് മാനസാന്തരപ്പെടുക? യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി എന്ന് കുരിശ് കാൽവറിയിൽ നിർവഹിച്ച ഏകബലിയിൽ ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഞാൻ ഏറ്റുപറയുന്നു. ഇനി പാപം എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് ഞാൻ ക്രിസ്തുവിന് ഉറപ്പ് കൊടുക്കുന്നു. ഞാൻ മാനസാന്തരപ്പെട്ടവനായി. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ അതിനുശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിൽ നിന്ന് ഉത്തരമുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാനസാന്തരപ്പെട്ട ഒരു ദൈവപൈതൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ നിന്ന് ഉത്തരമുള്ളൂ. അല്ലാതെ ആര് പ്രാർത്ഥിച്ചാലും സ്വർഗത്തിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. മാനസാന്തരപ്പെട്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ. നീ മാനസാന്തരപ്പെട്ടാൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്ന് ഉത്തരം കിട്ടും. ആ ഉത്തരം കിട്ടുന്ന കാലത്തെയാണ് നീ എന്ത് വിളിക്കേണ്ടത്? നിനക്ക് ശുഭഭാവി എന്ന് വിളിക്കേണ്ടത്. പ്രിയപ്പെട്ട ദൈവപൈതലേ, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് ശുഭഭാവി വേണ്ടേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണ്ടേ? നിങ്ങളുടെ കടത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം വേണ്ടേ? നിങ്ങളുടെ പാപത്തിന്മേൽ ജയമില്ലാത്ത, ജയജീവിതം അനുഭവിക്കാത്ത സാഹചര്യങ്ങളിന്മേൽ, കണ്ണുകളിന്മേൽ ജയമില്ലാത്തവരുണ്ട്, ചിന്തകളിന്മേൽ ജയമില്ലാത്തവരുണ്ട്, സംഭാഷണങ്ങളിന്മേൽ ജയമില്ലാത്തവരുണ്ട്. കുടുംബത്തിൽ കോപിക്കുകയില്ല എന്ന് പറഞ്ഞു, പക്ഷേ അറിയാതെ കോപം വരുന്നു. ബലഹീനത എന്ന പേര് വിളിക്കരുത്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ശുഭഭാവി വേണ്ടേ? ഒരു ശുഭഭാവി വേണം. എന്താണ് ഉത്തരം? മാനസാന്തരം. രണ്ടാമത്തെ ഗുണം എന്താണ്? മാനസാന്തരപ്പെട്ടവന് വീണ്ടും ഉണ്ട് ഗുണം. നാം യോഗമെല്ലാം കഴിയുമ്പോൾ എന്നോട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവിടെ പറയും, ആശീർവാദം പറയാൻ പറയും. എന്താ ആശീർവാദം? പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ എന്നേക്കും എന്നുമെന്നാളും ഇരിക്കുമാറാകട്ടെ. ചില സഭകളിലെല്ലാം വളരെ നീട്ടി പറയും, നമ്മളുടെ അധ്വാനങ്ങളോടും നമ്മളുടെ കണ്ടുകാഴ്ചകളോടും എല്ലാം കൂടെ ഇരിക്കുമാറാകട്ടെ എന്നെല്ലാം പറയും. പക്ഷേ സന്ദേശം ഒന്ന് തന്നെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംബന്ധവും സഹവാസവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ബിഷപ്പ് എഴുതി വെച്ചതാണോ ഇത്? ഇതൊരു തിരുമേനി എഴുതി വെച്ച് നാളുകളായി നാം എല്ലാവരും അങ്ങനത്തെ ആ അനുഗ്രഹം അങ്ങ് തുടർന്നു പോരുവാണോ? അല്ല, തെറ്റിദ്ധരിക്കരുത്. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു മാനസാന്തരപ്പെട്ടുകൊണ്ട് തന്നിരിക്കുന്ന അടുത്ത ഗുണമാണത്. എന്താണ് ഗുണം? പക്ഷേ കൊരിന്ത്യർക്ക് എഴുതിയ
ലേഖനം അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം, കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനങ്ങളുണ്ട്, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം, ഏറ്റവും അവസാനത്തെ അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയതാ, മറന്നു പോകരുത്. ഒരു പള്ളിയിൽ അച്ഛനോ പുരോഹിതനോ തിരുമേനിയോ ആരും എഴുതി വെച്ചതല്ല, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എഴുതി വെച്ചതല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചതാണ്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംബന്ധവും സഹവാസവും. എന്തിന് നീ എടുത്ത തീരുമാനങ്ങളിൽ നിനക്ക് ജയത്തോടെ നിൽക്കാൻ. ഈ 3 കാര്യങ്ങൾ നിൻ്റെ കൂടെ പോരും. ശുഭഭാവി ഉണ്ട്, നീ മറക്കണ്ട, നിൻ്റെ മനസ്സ് ബുദ്ധിമുട്ടിക്കണ്ട, ആരുടെയും എൻ്റെ ഈ പ്രശ്നത്തിന് ഉത്തരമുണ്ടോ എന്ന് ചോദിക്കണ്ട. ഉത്തരമുണ്ട്, മാനസാന്തരമാണ് ഉത്തരം. മാനസാന്തരപ്പെട്ടതിന് ശേഷം നീ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി പ്രാർത്ഥിച്ചാൽ ഞാൻ അവിടെ നിന്ന് കേൾക്കും, ഞാൻ ഉത്തരം നൽകും. മാനസാന്തരപ്പെട്ടവന് ഉത്തരം നൽകും. മാനസാന്തരം എന്ന് അവിടെ പറഞ്ഞിട്ടില്ല, സന്നിധിയിൽ വരിക എന്നേ ഉള്ളൂ. ക്ലിയറായി വായിച്ചോളൂ. സ്വർഗത്തിൻ്റെ സന്ദേശം ഇതാണ്, നീ മാനസാന്തരപ്പെട്ടതിന് ശേഷം പ്രാർത്ഥിക്കൂ. നീ ഇന്ന് തീരുമാനമെടുത്ത് വെറുതുപേക്ഷിക്കുന്ന പാപങ്ങളിൽ ജയത്തോടെ നടക്കുവാൻ ഈ 3 കൂട്ടം കാര്യങ്ങൾ നിൻ്റെ കൂടെ പോരും. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനാം ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംബന്ധവും സഹവാസവും. പോരെ നിൻ്റെ വാക്കുകളെ നിയന്ത്രിക്കാൻ, പോരെ നിൻ്റെ കണ്ണുകളെ ജയത്തോടെ കാക്കാൻ, പോരെ നിൻ്റെ അവയവങ്ങളെ ഓരോന്നും തിരുരക്തത്തിൽ മുക്കി നിർത്തി മുൻപോട്ട് ജീവിക്കുവാൻ നിനക്കത് പോരെ. സമാധാനത്തോടെ നമുക്ക് ജീവിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആണ്ടിൻ്റെ ആരംഭത്തിൽ അടിസ്ഥാനം ഉറച്ചു കിട്ടിയവരായി നമുക്കൊന്ന് ജീവിക്കാം. അടിസ്ഥാനം ഉറച്ചു കിട്ടിയവരായി. മാനസാന്തരപ്പെട്ടോ? ജയത്തോടെ പറയണം, ഉറപ്പോടെ പറയണം. രക്ഷിക്കപ്പെട്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കുടുംബത്തിലുള്ള അപ്പം പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് രക്ഷിക്കപ്പെട്ടു എന്നുള്ള വാക്ക് കേൾക്കാറുണ്ട്, എനിക്ക് ഉറപ്പില്ല. മാന്യ ദൈവ പൈതലേ, അങ്ങനെ പറയരുത്. ഞാനും രക്ഷിക്കപ്പെട്ടു, ഞാനും മാനസാന്തരപ്പെട്ടു. ഇന്ന് മുതൽ രക്ഷയുടെ സന്തോഷം, മാനസാന്തരത്തിൻ്റെ സന്തോഷം അനുഭവിക്കണം. ഈ കണ്ണൂർ ചേർന്ന് നിൽക്കുന്ന ഓരോ വീടുകളിലും രക്ഷിക്കപ്പെട്ട സന്തോഷം. വരാത്തവരാരെങ്കിലും വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ചെന്ന് അവരോടും പറഞ്ഞു കേൾപ്പിക്കണം, മാനസാന്തരം ഇന്നതാണെന്ന്. മാനസാന്തരം എന്ന താക്കോല് കൊണ്ടാണ് ഈ വേദപുസ്തകത്തെ തുറക്കേണ്ടതെന്ന്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ചേർന്ന് നിന്നൊരു കത്തോലിക്ക കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഒരു സംഘടനയോട് ചേർന്ന് നിന്ന് എന്തിനു വേണ്ടിയിട്ടാണ്, ഉച്ചയ്ക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലാസ്സിൽ ആൺപിള്ളേർ മാത്രമേ ഇരിക്കുമ്പോൾ 59 ആൺപിള്ളേരും ബാക്കി 58 പേര് കുറച്ചു, ബാക്കി 40 പെൺപിള്ളേരും ഉണ്ട് ക്ലാസ്സിൽ. അപ്പോൾ ഈ പേരിരിക്കുമ്പോൾ അവിടെ പറയുന്ന വാക്കുകളൊന്നും നല്ല വാക്കുകളായിരിക്കുകയില്ല. അപ്പോൾ എനിക്കൊരു ചെറിയ മാനസാന്തരം എന്നൊന്നും ഞാൻ പറയുകയില്ല, എനിക്ക് അനുഗ്രഹം വേണം. അതുകൊണ്ട് മോശമല്ലാത്ത വാക്കുകൾ വായിൽ നിന്ന് വരരുത്. ഉച്ചയ്ക്ക് 1 മണിക്കൂർ ചോറുണ്ട് കഴിയുമ്പോൾ അവിടെ ഇരുന്നിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് അവരിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം എന്നുള്ള രീതിയിൽ ഞാൻ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലുള്ള ഒരു പഴയ ചിലന്തി വലയെല്ലാം പിടിച്ച ഒരു മുറിയിൽ, അവിടെ കുറച്ച് ദൈവത്തെ സ്നേഹിക്കുന്നതെന്നൊന്നും എനിക്ക് പറയാൻ കെൽപ്പില്ല, കുറച്ച് പേര് ഒത്തുകൂടും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, പാട്ടുപാടും ചെയ്യും. അപ്പോൾ ആ സംഘടനയിലുള്ളവർ ബൈബിൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ നോക്കും, കൈകൊണ്ട് ഇങ്ങനെ തലോടും. അപ്പോൾ ഒരു പേജ് കിട്ടും, ആ പേജ് തുറക്കും. ആ പേജ് തുറന്നതിന് ശേഷം വീണ്ടും ഇതിൽ കൂടെ ഒന്ന് കൈ വെച്ചിട്ട് ഒരു വാക്യത്തെ ചിന്തോടും, ആ വാക്യം വായിക്കും. അതാണ് അവനുള്ള സന്ദേശം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ബോഷ്കിലൊന്നും നിങ്ങൾ പോകരുത്. എന്താണ് നിനക്കുള്ള സന്ദേശം? ഞാൻ ഈ അടുത്ത നാളുകളിൽ ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഈ സത്യസുവിശേഷം കേട്ടപ്പോൾ എനിക്ക് കഴിഞ്ഞ മാസം തോന്നുന്നു ഒരു യാത്ര ഉണ്ടായിരുന്നു, ഒരു ട്രെയിൻ യാത്ര, നല്ല ദൈർഘ്യമുള്ള ഒരു യാത്ര. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കയറി ഉറക്കം വന്നില്ല. അപ്പോൾ നന്നായിട്ട് യാത്ര ചെയ്തു. അപ്പോൾ ഞാൻ യാത്രയിൽ ചിന്തിച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ്. കർത്താവേ, ഈ സുവിശേഷം കേട്ടതിന് ശേഷം എനിക്കും എൻ്റെ കുടുംബത്തിനും എന്തെല്ലാം മാറ്റമാണ് വന്നേ. ഞാൻ ചിന്തിച്ചു. ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. എനിക്ക് എഴുതി വയ്ക്കുന്നുണ്ടല്ലോ, ട്രെയിനിൽ നിന്ന് എഴുതാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ, കർത്താവേ, നീ ഒന്ന് ഇവിടെ നിർത്തിത്തരണം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ്. ഒന്ന് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിന്, ഞാൻ എൻ്റെ യേശുവിനോട് എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഞാൻ കണ്ണും കാതുമുള്ള ഒരു ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നുള്ളൊരു ഉറപ്പ് കിട്ടി എനിക്ക്. ഈ സുവിശേഷം കേട്ടപ്പോൾ എനിക്ക് കിട്ടിയ കാര്യമാണ്. ഞാൻ കണ്ണും കാതുമുള്ള ഒരു ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്.
ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ, എൻ്റെ മാതാപിതാക്കളുടെ, എൻ്റെ കൂട്ടായ്മയിലുള്ള ദൈവമക്കളുടെ അല്ല ശുശ്രൂഷകരുടെ ആരുടെയെങ്കിലും കാര്യം പറഞ്ഞാൽ അത് പ്രാർത്ഥിച്ചാൽ ആ കേൾക്കുന്ന ദൈവത്തിന് കേൾക്കാൻ കാതുണ്ട്, കാണാൻ കണ്ണുണ്ട്. എനിക്ക് മനസ്സിലായി എവിടെ എഴുതി വച്ചിരിക്കുന്നത്. 34-ാം സങ്കീർത്തനം അതിൻ്റെ 15 മുതൽ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 34-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വാക്യം. എനിക്ക് കിട്ടിയ ഉറപ്പാ, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് കണ്ണുണ്ട്, കാതുണ്ട്. പോരെ? യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും. യഹോവയുടെ കണ്ണുണ്ട്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും. അവന്റെ ചെവിയുണ്ട്. ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നീതിമാൻ ആരാ? നീതിമാന്റെ പേരാണ് മാനസാന്തരപ്പെട്ടവൻ. നീ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, അങ്ങനെ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് നോക്കി എൻ്റെ സ്വർഗത്തിലെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ സ്വർഗത്തിലെ ദൈവം കേട്ടുകൊണ്ടിരിക്കുന്നു. എന്തു വലിയ ഉറപ്പാ, എന്തു വലിയ ആശ്വാസമായി പോയി എനിക്ക്. ഈ സുവിശേഷം കേട്ടപ്പോഴേ എനിക്ക് കിട്ടിയ വാക്കാ, എനിക്ക് കിട്ടിയ ഉറപ്പാണ്. വീണ്ടും ഞാൻ ചിന്തിച്ചു, കർത്താവേ, വീണ്ടും എനിക്ക് എന്ത് കിട്ടി? ഈ സുവിശേഷം കേട്ടപ്പോഴെനിക്ക് എന്ത് കിട്ടി? ഞാൻ അങ്ങയോട് എല്ലാ ദിവസവും വാരിക്കോരി പറയുന്നുണ്ട്, വാരിക്കോരി ഞാൻ ദൈവത്തോട് പറയുന്നുണ്ട്. എൻ്റെ മനസ്സിലുള്ള ഭാരങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ, പ്രതീക്ഷകൾ, പ്രത്യാശകൾ, നിരാശകൾ എല്ലാം ഞാൻ ദൈവത്തോട് പറയും. അതിനെ ഞാൻ എന്ത് വിളിക്കും? പ്രാർത്ഥന എന്ന് പേര് വിളിക്കും. അല്ലേ? നാം ദൈവത്തോട് പറയുന്ന വാക്കുകളെ നാം വിളിക്കുന്ന പേരാണ് പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന് എന്നോട് പറയാനുള്ളത് എന്ത് കാര്യമാണ്? ഈ ദൈവത്തിന് എന്നോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ദൈവത്തോട് പറയുന്നുണ്ട് പ്രാർത്ഥന. എൻ്റെ ആവശ്യങ്ങൾ പറയും, എൻ്റെ ആഗ്രഹങ്ങൾ പറയും, എൻ്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പരാജയങ്ങൾ, ജയങ്ങളെല്ലാം ഞാൻ പറയും. സന്തോഷം പങ്കിടും, പരാജയങ്ങൾ പങ്കിടും, ദുഃഖങ്ങൾ പങ്കിടും, എൻ്റെ ദൈവത്തോട് പറയും. അതിനെ ഞാൻ പ്രാർത്ഥന എന്ന് പേര് വിളിക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് നിന്നോടെന്താണ് പറയാനുള്ളത്? അതെവിടെ എഴുതി വച്ചിരിക്കുന്നത്? അതിനാണ് ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഹൃദയം പകരുന്ന പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സ്വീകരിക്കുന്ന വേദപുസ്തക വായനയും ഇല്ലാതെ ഒരു ആത്മീയ ജീവിതം ഉണ്ടോ? ഒരു ആത്മീയ ജീവിതം ഒരു മാനസാന്തരപ്പെട്ട ക്രിസ്ത്യാനിക്ക് ഇല്ല ഈ ഭൂമിയിൽ. ഒരു മാനസാന്തരപ്പെട്ട ക്രിസ്ത്യാനി ജീവിതത്തിൽ ഒഴിവാക്കാതെ എന്നെന്നും തുടർന്നു പോകേണ്ടത്, അത്യുഗ്ര സന്തോഷത്തോടെ ജീവിതത്തിൽ എന്നെന്നും ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യമാണ് ഒറ്റയ്ക്കിരുന്നുള്ള പ്രാർത്ഥനയും വേദപുസ്തക വായനയും. പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ ദൈവത്തോട് സംസാരിക്കുന്നു. വേദപുസ്തകം വായിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് കോളേജിൽ കാണിച്ച പോലെ കണ്ണടച്ച് ഇങ്ങനെ തലോടി, അതിനുശേഷം ഏതെങ്കിലും ഒരു പേജ് എടുത്തു അവിടെ തലോടി, അതൊന്നുമല്ല ദൈവത്തിൻ്റെ സന്ദേശം. നീ ആഗ്രഹത്തോടെ ആവശ്യക്കാരനായി നീ ഏത് അധ്യായം എടുത്ത് വായിച്ചാലും അവിടെ നിനക്കുള്ള സന്ദേശം ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. നീ കണ്ണടയ്ക്കണ്ട. എവിടെ എഴുതി വച്ചിരിക്കുന്നത്? ആത്മാവിനാൽ എഴുതപ്പെട്ട വചനമായത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൻ്റെ 63-ാമത്തെ വാക്യം വായിച്ച്. 6:63. ജീവിക്കുന്നത് ആത്മാവാകുന്നു, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ഈ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് മുഴുവൻ ആത്മാവാണ്. ആവശ്യമുള്ള ഭാരമുള്ള ഹൃദയത്തോടെ ആവശ്യക്കാരായി ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ, ഏത് അധ്യായം എടുത്ത് വായിച്ചാലും സ്വർഗത്തിലെ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കാൻ ശക്തനാണ്. പോരെ? ദൈവത്തിൻ്റെ അരുളപ്പാട് അവിടെ കിട്ടുകയില്ലേ? ബിസിനസ്സിൽ തകർന്നു നിൽക്കുന്ന വ്യക്തിയോടുള്ള സ്പെസിഫിക് മെസ്സേജ് അവിടെ ഉണ്ടാവുകയില്ലേ? ബിസിനസ്സിൽ തകർന്നു നിൽക്കുന്ന ജയജീവിതത്തിനുള്ള മാർഗം അവിടെ ഉണ്ടാവുകയില്ലേ? ബുദ്ധിയില്ലാത്ത കുഞ്ഞ് പഠിച്ചിട്ടും സമയം ഇഷ്ടംപോലെ ചിലവഴിക്കുന്നുണ്ട്, പക്ഷേ ബുദ്ധിയില്ല, പരീക്ഷാ പേപ്പറിലില്ല. ആ കുഞ്ഞിനുള്ള സന്ദേശം അവിടെ ഉണ്ടാവുകയില്ലേ? ഉണ്ടാവും. വിശ്വാസത്തോടെ, തകർന്ന ഹൃദയത്തോടെ, മാനസാന്തരപ്പെട്ട് ആവശ്യക്കാരായി ആര് ഈ പുസ്തകത്തെ വ്യാനിച്ചാലും അവനുള്ള മെസ്സേജ് അവിടെ ഉണ്ട്. ദൈവത്താൽ എഴുതപ്പെട്ട വാക്യം. എനിക്ക് മനസ്സിലായി, ഈ വചനം എന്നും വായിച്ചാൽ, എന്നും അനുശീലനം ചെയ്താൽ പ്രയോജനമുണ്ട്. എൻ്റെ ആത്മാവിന് അഭിവൃദ്ധി കിട്ടും. ഈ കൂട്ടായ്മയിൽ ഈ സത്യസുവിശേഷം കേൾക്കുന്ന സമയത്ത്, ആദ്യ സമയത്ത് ഞാൻ എന്തിനെയാണ് പാപമെന്ന് വിളിച്ചിരുന്നത്? ഞാൻ വിളിച്ചിരുന്നത്
ഒരു സ്ത്രീയോട് വ്യഭിചാരം ചെയ്താൽ പാപമാ? അന്യൻ്റെ വില കൂടിയതെന്തെങ്കിലും, പേന പെൻസിലൊന്നും അല്ല, വില കൂടിയതെന്തെങ്കിലും. എൻ്റെ മനസ്സിൽ വിലയ്ക്കൊരു ലെവലുണ്ട്. അത് 10,000 20,000 ആയിക്കോട്ടെ, അതിൽ താഴെ ഒന്നും പൈസയല്ല. അതിൽ കൂടിയതെന്തെങ്കിലും മോഷ്ടിച്ചാൽ അതിനെ മോഷണം എന്ന് പറയും. ഒരാളുടെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയാൽ അതിനെ കൊലപാതകം എന്ന് പറയും. പക്ഷേ ഇന്നെന്താണ് പ്രിയപ്പെട്ടവരെ? ഇന്ന് എന്തിനെയാണ് ഞാൻ കൊലപാതകം എന്ന് പറയുന്നത്? ഇന്ന് എന്തിനെയാണ് ഞാൻ മോഷണമെന്ന് പറയുന്നത്? ഇന്ന് എന്തിനെയാണ് ഞാൻ വ്യഭിചാരം എന്ന് പറയുന്നത്? വചനം കേട്ടപ്പോൾ എനിക്ക് വന്ന മാറ്റമാണ്. എൻ്റെ ആത്മാവിന് അഭിവൃദ്ധി കിട്ടും. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ വചനത്തെ അനുശീലനം ചെയ്താൽ നിൻ്റെ ആത്മാവിന് അഭിവൃദ്ധി കിട്ടും. അപ്പോസ്തല പ്രവൃത്തികൾ 20:32. നിൻ്റെ ആത്മാവിന് അഭിവൃദ്ധി കിട്ടും, നിൻ്റെ ആത്മാവ് വളരും. ഇന്ന് നീ പറയുന്ന ചില വാക്കുകൾ ഒരാഴ്ച കഴിഞ്ഞ് നിനക്ക് പറയാൻ സാധിക്കില്ല. നിൻ്റെ നാവെടുത്ത് പോലും നിൻ്റെ നാവ് അതിന് പൊങ്ങുകയില്ല. ആ വാക്ക് എനിക്ക് പറയാൻ പറ്റുകയില്ല. എന്തുകൊണ്ട്? നിൻ്റെ ആത്മാവ് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് സ്വർഗത്തിലെ ദൈവം നിന്നെ നോക്കി പ്രസാദിച്ചുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ വീട്ടിലേക്ക് സമാധാനം അണമുറിയാതെ ഒഴുകി വരുന്ന നിമിഷങ്ങളാണതെല്ലാം. നിൻ്റെ ആത്മാവിന് അഭിവൃദ്ധി കിട്ടും. ശരിയല്ലേ? എഴുതി വെച്ചിട്ടില്ലേ 20:32? നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം അനുശീലനം ചെയ്താൽ നിങ്ങളുടെ ആത്മാവിന് അഭിവൃദ്ധി കിട്ടും. നിങ്ങൾ തോക്കുന്ന പാപം ഓടിപ്പോവും. വേദപുസ്തകത്തിൽ ഒരു വലിയ ചോദ്യമുണ്ട്. ഞാൻ ആദ്യം മുതൽ അവസാനം വരെ പരതിയിട്ടും ഇത്ര വലിയൊരു ചോദ്യത്തെയും ഉത്തരത്തെയും ഞാൻ കണ്ടിട്ടില്ല. എത്ര സങ്കീർത്തനങ്ങളുണ്ട് വേദപുസ്തകത്തിൽ? എത്ര സങ്കീർത്തനങ്ങളുള്ളേ? 150 സങ്കീർത്തനമുണ്ട്. ഏറ്റവും വലിയ സങ്കീർത്തനം ആരാ എഴുതിയേ? ഏതാ ഏറ്റവും വലിയ സങ്കീർത്തനം? 119 സങ്കീർത്തനം. അതാരാ എഴുതിയേ? അതാരെങ്കിലും ആവട്ടെ. ആലേഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഏറ്റവും വലിയ സങ്കീർത്തനം 119 സങ്കീർത്തനം എഴുതിയത്. ഈ 119 സങ്കീർത്തനത്തിൽ ഒരു ചോദ്യവുമുണ്ട്, സ്വർഗത്തിലെ ദൈവം കൊടുത്ത ഒരു ഉത്തരവും അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ചോദ്യം ഇതാ: ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? ആ ചോദ്യത്തിൽ വല്ലതും ഉണ്ടോ? പ്രത്യേകിച്ച് ഇപ്പം എന്നെ ഉള്ളേ ഉണ്ട്. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കണം. നിർമ്മലമാകാതിരിക്കാൻ സാധ്യതയുണ്ട്. ബാലനോടുള്ള ചോദ്യമല്ല ഇത്. യൗവനക്കാരനോട് ചേർത്ത് വെച്ച് വായിച്ചോളൂ. പ്രായാധിക്യത്തിലിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രായത്തോട് ഒത്തുവെച്ച് ചിന്തിച്ചോളൂ. എങ്ങനെയാണ് നിർമ്മലമാക്കുന്നത്? ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? ബാലന് വേണ്ടി ദൈവം നടപ്പ് നിർമ്മലമാക്കി കൊടുക്കുകയല്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ റോളല്ല അത്. തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് ആരാണ്? ബാലൻ തന്നെയാണ്. യൗവനത്തിലുള്ള വ്യക്തി തന്നെയാണ്. യൗവനക്കാര, നിൻ്റെ നടപ്പ് നിർമ്മലമാക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പണിയല്ലത്. യേശുക്രിസ്തുവിൻ്റെ പണിയല്ല നിൻ്റെ നടപ്പ് നിർമ്മലമാക്കുക എന്നുള്ളത്. നിൻ്റെ നടപ്പ് നിർമ്മലമാക്കുന്നത് ആര് തന്നെയാണ്? നീ തന്നെയാണ്. ബാലൻ തൻ്റെ നടപ്പ് നിർമ്മലമാക്കുന്നത് എങ്ങനെ? ഏറ്റവും വലിയ ചോദ്യം. അതിൻ്റെ ഉത്തരം തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഏതാ വാക്യം പറഞ്ഞില്ലല്ലോ? 9-ാമത്തെ വാക്യം. നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഈ വചനത്തിനനുസരിച്ച് അതിനെ സൂക്ഷിക്കണം. ഈ വചനപ്രകാരം അതിനെ സൂക്ഷിക്കണം. പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, ഒരു ഗണിത ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിൻ്റെ പേര് ബെട്രാൻഡ് റസൽ. നിങ്ങൾക്ക് അത്ര പരിചയം കാണുകയില്ല. 1970 ഫെബ്രുവരി 2 അദ്ദേഹം മരിച്ചുപോയി. ഇംഗ്ലണ്ടിൽ ജീവിച്ച ഒരു ശാസ്ത്രജ്ഞനാണ്. ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് അത് മാത്രമല്ല റോളുകൾ, അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ എയ്ത്തിസ്റ്റ്, ഈശ്വരനില്ല ചിന്തിക്കുന്ന വ്യക്തി. തത്വചിന്തകനാണ്, ഫിലോസഫറാണ്, തത്വചിന്തകനാണ്. 3 റോളുകളാണ് ഉള്ളത്: ഗണിതശാസ്ത്രജ്ഞൻ, നിരീശ്വരവാദി, തത്വചിന്തകൻ. അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ അപ്പനും നിരീശ്വരവാദികളാണ്. അവർക്ക് ഇംഗ്ലണ്ടിലെ വിക്ടോറിയ മഹാരാജ്ഞി സർ ബഹുമതി കൊടുത്തിട്ടുണ്ട്. സർ ബഹുമതി നമ്മൾ കേട്ടിട്ടില്ലേ? സർ ഐസക് ന്യൂട്ടൺ എന്നൊക്കെ. അതേപോലെ സർ ബഹുമതി കിട്ടിയ കുടുംബമാണിത്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്.
ഇദ്ദേഹം ഒരിക്കലും ക്രിസ്തു എന്നുള്ള പേര് കേൾക്കരുത്. ഈ മോൻ ഒരിക്കലും ക്രിസ്തു എന്നുള്ള പേര് കേൾക്കാതെ ഭൂമിയിലൂടെ ജീവിച്ചു പോകണം, നിർബന്ധം. അപ്പോൾ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ തന്നെ കടന്നുപോയി ഈ ഭൂമിയിൽ നിന്ന്. അദ്ദേഹത്തോട് മാനസാന്തരപ്പെട്ട ഒരു പുരോഹിതൻ, കത്തോലിക്ക സഭയിലുള്ള ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു പുരോഹിതൻ ഒരു ഇൻ്റർവ്യൂ നടത്തി. എന്താണ് ഇൻ്റർവ്യൂ? സ്റ്റേജിലിരുത്തി പ്രശസ്തരായ വ്യക്തികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അവരുടെ ഉത്തരങ്ങൾ, അവരുടെ ദർശനങ്ങളിലുള്ള ഉത്തരങ്ങൾ പൊതുജനസമക്ഷം വിളിച്ച് പറയുന്നതാണ് ഇൻ്റർവ്യൂ. അപ്പം അന്നത്തെ കാലത്ത് നമുക്കിന്ന് വളരെ സുലഭമായി ഇൻ്റർവ്യൂ എല്ലാം, നമ്മുടെ ചാനൽ ചർച്ചകളെല്ലാം നമ്മുടെ TV-യിൽ കിട്ടും അല്ലേ? 2015 ശേഷം, അതൊക്കെ കോവിഡിന് ശേഷം വളരെ ദൂരവ്യാപകമായി വളർന്നിട്ടുണ്ട്. പക്ഷെ അന്ന് 1970 മുമ്പ് ഈ സംഭവം അത്ര വിലയുള്ള ഒരു കാര്യമാണ്. ചോദ്യം ഇതാണ്, ഒന്നാമത്തെ ചോദ്യം: അങ്ങ് ഈ ഭൂമിയിൽ നല്ലതും ചീത്തയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സിമ്പിൾ ചോദ്യം അല്ലേ? അങ്ങ് ഈ ഭൂമിയിൽ നല്ലതും ചീത്തയും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമ്മളോടാണ് ഈ ചോദിച്ചെങ്കിൽ നമ്മൾ പറഞ്ഞെങ്കിൽ എന്ത് വലിയ പൊട്ടനാണ് നിങ്ങളെന്ന് തിരിച്ചു ചോദിച്ചേനെ. പക്ഷേ ചോദിച്ച വ്യക്തി ഒരു തത്വചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരത്തിന് വിലയുണ്ട്. അദ്ദേഹത്തിന് ആ ചോദ്യം പ്രസക്തവുമാണ്. ചോദ്യം ഇതാണ്: ഈ ഭൂമിയിൽ നല്ലതും ചീത്തയും ഉണ്ടെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? പെട്ടെന്ന് ഉത്തരം വന്നു, ഉണ്ട്. ഈ ഭൂമിയിൽ നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. രണ്ടാമത്തെ ചോദ്യം പെട്ടെന്ന് വന്നു: എങ്കിൽ അങ്ങ് എങ്ങനെയാണ് നല്ലതിനെയും ചീത്തതിനെയും തിരിച്ചറിയുന്നത്? അങ്ങ് എങ്ങനെയാണ് നല്ല കാര്യങ്ങളെയും ചീത്ത കാര്യങ്ങളെയും തിരിച്ചറിയുന്നത്? ഉത്തരവും ഒരു പുച്ഛത്തോടെ പെട്ടെന്ന് പറഞ്ഞു. അല്പം പുച്ഛസ്വരത്തിലാണ് ഉത്തരം. ഇംഗ്ലീഷിലെ ഉത്തരം: ജസ്റ്റ് ലൈക്ക് ഹൗ ഡു വി ഡിഫറൻഷിയേറ്റ് കളേഴ്സ്. നിറങ്ങളെ തിരിച്ചറിയുന്നത് പോലെ എനിക്ക് നല്ലതിനെയും ചീത്തതിനെയും തിരിച്ചറിയാം. നിറങ്ങളെ തിരിച്ചറിയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ചില നിറങ്ങളെ പച്ച എന്ന് വിളിക്കും, ചില നിറങ്ങളെ ചുവപ്പ് എന്ന് വിളിക്കും. അതേപോലെ എനിക്ക് നല്ല കാര്യത്തെയും ചീത്ത കാര്യത്തെയും തിരിച്ചറിയാം. ഉത്തരം ചോദ്യം അടുത്തത് വന്നു: നിറങ്ങളെ തിരിച്ചറിയുന്നത് കണ്ണുപയോഗിച്ച് കണ്ടുകൊണ്ടാണ്. കണ്ണുപയോഗിച്ച് കാഴ്ചയുടെ സഹായത്താൽ കണ്ടുകൊണ്ടാണ് നിറങ്ങളെ തിരിച്ചറിയുന്നത്. എല്ലാ കാര്യങ്ങളെയും അങ്ങനെ പറ്റുമോ? എല്ലാ കാര്യങ്ങളെയും കണ്ടതിന് ശേഷം, കണ്ണുപയോഗിച്ച് കണ്ടതിന് ശേഷം നല്ല കാര്യങ്ങൾ ഇന്നത്, ചീത്ത കാര്യങ്ങൾ ഇന്നതെന്ന് പറയാൻ പറ്റുമോ? അതുവരെയും ആരുടെയും മുൻപിൽ തല കുനിച്ചിട്ടില്ലാത്ത അദ്ദേഹം ഒന്ന് പരിങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു: ഞാൻ പറഞ്ഞ ഉത്തരം പിൻവലിക്കുന്നു. കണ്ടുകൊണ്ടല്ല, എൻ്റെ തോന്നലിനനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ തോന്നലിനനുസരിച്ച് ഞാൻ ചില കാര്യങ്ങൾ നല്ലതെന്ന് പറയും, ചില കാര്യങ്ങളെ ചീത്ത കാര്യങ്ങളെന്ന് പറയും. ചോദ്യം അടുത്തത് വന്നു: ഈ ഭൂമിയിൽ ധാരാളം ജനങ്ങൾ ജീവിക്കുന്നുണ്ട്, ധാരാളം ജനങ്ങൾ. ചില സ്ഥലത്ത് ആളുകൾ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളെ കൊന്നു തിന്നും. അവരെ നമ്മൾ പേര് വിളിക്കും നരഭോജികൾ. എന്ത് പേര് വിളിക്കും? നരഭോജികൾ. ആ നരഭോജികൾക്ക് അവർ തൊട്ടടുത്ത വ്യക്തിയെ കൊന്നു തിന്നത് നല്ലതോ ചീത്തയോ? നല്ലതാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർക്ക്? അവർ ചെയ്ത കാര്യങ്ങളിൽ യാതൊരു കുഴപ്പവുമില്ല, അവർ ചെയ്ത കാര്യം നല്ലതാ. അതിനെ നമുക്ക് നല്ലതെന്ന് പറയാൻ പറ്റുമോ? അവൻ നല്ലതെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹം ചർച്ച അവസാനിപ്പിച്ച് പോയി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പിന്നെ ഉത്തരം കിട്ടാതായി. അതുകൊണ്ട് എന്താണ് പറഞ്ഞതിൻ്റെ സാരാംശം? നിനക്ക് തോന്നിയ തോന്നലിനനുസരിച്ച് ജീവിച്ചതിന് ശേഷം ഈ കാര്യം നല്ലത് എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തീയ പ്രമാണമല്ല. നിൻ്റെ തോന്നലിനനുസരിച്ചല്ല ജീവിതം ക്രമീകരിക്കേണ്ടത്. ഈ ഒരു വീട്ടിൽ അപ്പൻ എങ്ങനെ ജീവിക്കണമെന്ന് എവിടെ എഴുതി വച്ചിട്ടുണ്ട്? ഈ പ്രമാണത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അമ്മ എങ്ങനെ ജീവിക്കണമെന്ന് എവിടെ എഴുതിയിട്ടുണ്ട്? പ്രമാണത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഒരു ഭാര്യ എങ്ങനെ ജീവിക്കണമെന്ന് പ്രമാണത്തിലുണ്ട്. ഒരു ഭർത്താവ് എങ്ങനെയെന്ന് പ്രമാണത്തിലുണ്ട്. കുഞ്ഞു മക്കൾ എങ്ങനെയെന്ന് പ്രമാണത്തിലുണ്ട്. ഗുരു എങ്ങനെയെന്ന്, അധ്യാപകൻ എങ്ങനെയെന്ന് പ്രമാണത്തിലുണ്ട്. ശിഷ്യൻ എങ്ങനെയെന്ന് പ്രമാണത്തിലുണ്ട്. ഇന്നത്തെ സമൂഹം ചെയ്യുന്നത്? സമൂഹത്തിൻ്റെ പേര് വിളിക്കും, ഞങ്ങൾ പരിഷ്കൃത സമൂഹമാണെന്ന് പേര് വിളിക്കും. പ്രമാണത്തിനെതിരായി വേറൊരു വഴി ഇതിലങ്ങ് വെട്ടും. വേറൊരു വഴി ഇതിൽ വെട്ടും. ആ വഴിക്ക് പറയുന്ന പേരാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. എന്നിട്ട് എന്ത് പേര് വിളിക്കും? എങ്ങനെയുണ്ട് കുടുംബജീവിതം? തട്ടിമുട്ടിയൊക്കെ അങ്ങ് മുമ്പോട്ട് പോകണം. എന്തിന് പ്രിയപ്പെട്ടവരെ തട്ടാനും മുട്ടാനും പോകുന്നു? സമാധാനത്തോടെ മുമ്പോട്ട് പോയാൽ പോരെ? പ്രമാണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ പോരെ? ഭാര്യ ഭർത്താവിന് കീഴടങ്ങണം, ഭയപ്പെടണം, ആദരിക്കണമെന്ന് എഴുതി വച്ചിരിക്കുന്നു. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, കരുതണം, ബഹുമാനിക്കണം എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഈ പ്രമാണം പാലിക്കാത്ത ഏത് കുടുംബങ്ങളിലും ജീവിതം എന്ത്? അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ്. അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ്. എന്തിന് തട്ടാനും മുട്ടാനും പോകുന്നു? എന്തിന് തട്ടാനും മുട്ടാനും പോകുന്നു?
ഇന്ന് ട്രെയിനിൽ ഞാനങ്ങ് യാത്ര ചെയ്ത് വന്നപ്പോൾ ഒരു വ്യക്തിയോട് ചോദിക്കുകയുണ്ടായി, ചില സ്ഥലങ്ങളിൽ സ്ഥലവില നന്നായി കുറഞ്ഞു വരുന്നുണ്ട്, സ്ഥലത്തിൻ്റെ വില നന്നായി കുറഞ്ഞു വരുന്നുണ്ട്, ചില സ്ഥലങ്ങൾ നന്നായിട്ട് കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സും പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഒരു സർവേ ഞാൻ കുറച്ച് നാളിന് മുമ്പ് വായിക്കുകയുണ്ടായി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ സർവേ. ഇപ്പോൾ ലോക ജനസംഖ്യ 750 കോടി കഴിഞ്ഞു. 750 കോടി കഴിഞ്ഞു. 2200 ഇപ്പം ഈ നിരക്കിൽ ജനസംഖ്യ പോയാൽ എന്തായിരിക്കും ജനസംഖ്യ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാവോ? ഇപ്പോൾ 750 കോടി ലോക ജനസംഖ്യ കഴിഞ്ഞു. 750 കോടി ഈ നിരക്കിലങ്ങ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ലോക ജനസംഖ്യ 2200 എത്രയായിരിക്കും? അപ്പം ഞാൻ വിചാരിച്ചു ഒരു വല്ലോ 10,000-3000 കോടി എന്നൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. ആ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കേവലം 10 കോടി, കേവലം 10 കോടി. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അന്ന് സ്ഥലവില തീരെ ഇല്ലായിരിക്കും, ഇഷ്ടംപോലെ മേടിച്ച് കൂട്ടിക്കോ അന്ന്. 2200 സ്ഥലത്തിന് വില തീരെ ഇല്ലായിരിക്കും, മേടിച്ച് കൂട്ടിക്കോളാൻ ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. എന്തുകൊണ്ട് ഇന്ന് 100 പെൺകുട്ടികളെ എടുത്താൽ 45 പേര് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. ബാക്കിയുള്ള 55 പേരിൽ 30 പേർ കല്യാണം കഴിച്ച പുരുഷനിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാകാൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ ജീവിതം എങ്ങോട്ട് അധപ്പതിച്ചു പോയി? വേറെ വഴി വെട്ടിയിരിക്കുക. എന്നിട്ട് എന്ത് വേണം? സമാധാനം വേണം. കിട്ടുമോ? എന്നിട്ട് എന്ത് വേണം? സമാധാനം കിട്ടുമോ? ഒരിക്കലും കിട്ടുകയില്ല. പ്രമാണത്തിനനുസരിച്ച് വേണം ജീവിക്കാൻ. ഇന്ന് ക്രൈസ്തവ സമൂഹം ചെയ്യുന്നത് എൻ്റെ തോന്നലിനനുസരിച്ച് അങ്ങ് ജീവിക്കുക. എന്നിട്ട് പറയും എനിക്ക് സമാധാനമില്ല. അതാണ് ദൈവത്തിൻ്റെ വഴിയെന്ന് അവർ പേര് വിളിക്കുക. തോന്നലിനനുസരിച്ചല്ല ജീവിക്കേണ്ടത്. നിൻ്റെ തോന്നലിനനുസരിച്ചിന് ദൈവവിളി എന്ന് പേര് വിളിക്കുക. അതിന് പ്രമാണമുണ്ട്. ബെർട്രാൻഡ് റസ്സലിൻ്റെ ഉത്തരം കിട്ടാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി, നിത്യനരകത്തിലേക്ക് കടന്നുപോയി, അമ്മ ആഗ്രഹിച്ചതുപോലെ, ഒരിക്കലും ക്രിസ്തുവിനെ അറിയാതെ. പ്രിയപ്പെട്ടവരെ, അതേ വഴി തന്നെ ഇത്രയും നാൾ വചനത്തിന് വന്നതിന് ശേഷവും നാം കടന്നു പോകണോ? നമ്മുടെ കൊച്ചു ഭവനങ്ങൾ സ്വർഗമായി മാറണ്ടേ ഈ ഭൂമിയിലെ? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇന്നല്ലെങ്കിൽ പറഞ്ഞു വിടേണ്ട പെൺകുഞ്ഞുങ്ങൾ തൊട്ടടുത്ത വീട്ടിലേക്ക് പോകുന്നു, ആൺകുഞ്ഞുങ്ങൾ അവരെ സ്വീകരിക്കണം. അവരുടെ എല്ലാം മനോഗതികളൊന്നും മാറണ്ടേ? അവരൊന്ന് മാനസാന്തരപ്പെട്ടവരായി മാറണ്ടേ? പ്രിയപ്പെട്ടവരെ, നമുക്കും കടപ്പാടില്ലേ? കാഴ്ചപ്പാട് മാറ്റി കൊടുക്കണ്ടേ? എവിടെയും എന്തും പറയാമെന്ന് വിചാരിക്കുന്ന സമൂഹം ആ കാഴ്ചപ്പാടൊന്ന് മാറ്റിയെടുക്കണ്ടേ? അവരങ്ങനെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും 20-നും 25-നും ഇടയ്ക്ക് കുട്ടികളുടെ 20-25-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ ഇടയ്ക്ക് ചിലവഴിക്കുന്ന മനുഷ്യനാണ്. എനിക്കറിയാം അവരുടെ ആ സ്പന്ദനങ്ങൾ എന്താണെന്നറിയാം. ഞാൻ ആ പഴമയുള്ള കോളേജിൻ്റെ വരാന്തയിലൂടെ നടക്കുമ്പോൾ ചില ഈ മർമറിങ് സൗണ്ട്സൊക്കെ കേൾക്കും. അവരുടെ ഈ സംവാദങ്ങൾ, അവരുടെ യൂട്യൂബ് ചർച്ചകൾ. ഓരോരുത്തർക്കും യൂട്യൂബ് ചാനലുണ്ടല്ലോ കൊറോണയ്ക്ക് ശേഷം. അവരുടെ യൂട്യൂബ് ചർച്ചകളൊക്കെ കേൾക്കും. അവിടെ എന്തിനെക്കുറിച്ചൊക്കെയാണ് പരാമർശിക്കുന്നതെന്ന് ചിന്തിക്കും. അപ്പോഴെന്ത് ഭയത്തിൻ്റെ വക്കിലാണ് ഓരോ കുഞ്ഞുങ്ങൾ. അവരുടെ ചിന്തകളുടെ നിലവാരം ഇതിലേക്ക് അധപ്പതിച്ചു പോയിരിക്കുന്നു. ചിന്തകളുടെ നിലവാരം നാം ഒന്നും കാണുന്നത് പോലെയല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ നമുക്കൊന്ന് ക്രമീകരണം വരുത്തണ്ടേ നമ്മുടെ കുടുംബത്തിൽ? സുവിശേഷം കേട്ടപ്പോൾ എനിക്ക് കിട്ടിയതാ ഈ വചനത്തെ പിൻപറ്റണം. ഞാൻ എൻ്റെ ദൈവത്തോട് പറയുന്ന വാക്കുകളെ പ്രാർത്ഥന എന്നും എൻ്റെ കർത്താവ് എന്നോട് പറയുന്ന വാക്കുകളെ വചനധ്യാനം എന്നും പേര് വിളിക്കാൻ യേശു എന്നെ പഠിപ്പിച്ചു. വചനധ്യാനം. ഞാൻ പ്രാർത്ഥിക്കുന്ന ആരോടാണോ എൻ്റെ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ആ യേശുവിന് കണ്ണുള്ള ദൈവമാണെന്നും കാതുള്ള ദൈവമാണെന്നും ഈ സുവിശേഷം എനിക്ക് വെളിവാക്കി തന്നു. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന അനുഭവമുള്ള പ്രാർത്ഥനയാണ്. ഒത്തിരി വിഷയങ്ങൾ വരാറുണ്ട്. ഒരു കുടുംബത്തിലെ പ്രശ്നം, ഞാൻ ഈ മൂന്നാറിൽ നിന്ന് ഒരു കൊച്ച് ഞാൻ സന്തോഷത്തോടെ പഠിപ്പിച്ചു വിട്ട ഒരു കുഞ്ഞാണ്. അവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സീനിയർ അധ്യാപകനാണ് ഇപ്പോഴും. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്ഥലം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടുപിടിക്കും. അപ്പോൾ അവനും അവൻ്റെ ഭാര്യയും, പ്രിയപ്പെട്ട ഭാര്യയും അതേ സ്കൂളിൽ അതേ വിഷയത്തിൽ ഞാൻ പഠിപ്പിച്ചു വിട്ട 2 പിള്ളേരെയും. ശമ്പളത്തിൽ പ്രൊമോഷൻ കിട്ടി. 2ാമത്തെ കൊച്ച് ഉണ്ടായി. അവർ പറയാൻ വേണ്ടിയിട്ട് ഒരു മധുരവുമായിട്ട് തിരുവനന്തപുരത്ത് കാണാൻ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? അന്യ സമുദായത്തിൽപ്പെട്ട കുഞ്ഞാണെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിച്ച കുഞ്ഞാണ്, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച കുഞ്ഞാണ്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമായിരുന്നു. തിരുവനന്തപുരത്തുണ്ടായിരുന്ന 5 കൊല്ലവും ആ ബന്ധം ഊഷ്മളമായിരുന്നു. ക്രിസ്തു കൊടുത്ത ബുദ്ധി കൊണ്ട് അവൻ പഠിച്ചു, പരീക്ഷകൾ എഴുതി കീഴടക്കി, ഉന്നതമായ വിജയങ്ങൾ കീഴടക്കി,
ഫസ്റ്റ് റാങ്കിൽ അപ്പോയിൻമെൻ്റൊക്കെ കിട്ടി. എങ്ങനെയുണ്ട് കുടുംബജീവിതം? ആഗ്രഹത്തോടെയൊക്കെ വിവാഹം കഴിച്ചത്. തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോവുക സാറേ. ആ വാക്ക് തന്നെ നിങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞ്, തട്ടിമുട്ടി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, തട്ടാനും മുട്ടാനും മാത്രം എന്താ? ഞാൻ പിടിച്ച് പുറത്തോട്ട് കൊണ്ടുപോയി. സാറേ, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ കൊതിയോട് നോക്കി നിന്നിട്ടുണ്ട്. ടീച്ചറാണ് എൻ്റെ ഭാര്യ, ടീച്ചറാണ് ആദ്യം വരുന്നതെങ്കിൽ, കാർ ഓടിച്ച് പോകുന്നതെങ്കിൽ ടീച്ചർ താഴേന്ന് കോളേജിൽ നിന്ന് കയറി വരും. എന്നിട്ട് സാറ് ഇവിടെ ഇറങ്ങി നിൽക്കും. സാറ് കയറി യാത്ര ചെയ്ത് പോകും. അല്ല, സാറാണ് ആദ്യം ഇറങ്ങണമെങ്കിൽ, സാറിൻ്റെ കയ്യിലാണ് കാറെങ്കിൽ ടീച്ചറെ ചെന്ന് സാറ് കൊണ്ടുപോകും. എന്ത് മനോഹരമായ സമാധാനത്തോടെ നിങ്ങൾ ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വർത്തമാനം പറയുന്നത് കണ്ടിട്ടുണ്ട്, കുഞ്ഞു മോനെയും കാറെ കയറ്റി പോകുന്നത് കണ്ടിട്ടുണ്ട്, സാറ് മനസ്സിന് നല്ല സ്ഥൈര്യത്തോടെ ബലത്തോടെ വന്ന് ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് സാധിക്കുന്നില്ല. അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അധ്യാപനത്തിലേക്ക് കാലെടുത്ത് പിടിച്ചത്. എനിക്ക് സാധിക്കുന്നില്ല. ഉത്തരം എന്തേ ഉള്ളൂ? ഈ പ്രമാണം അനുസരിക്കുക. ഭാര്യയും ഭർത്താവും വിവാഹം ചെയ്തു, ഒരിക്കലെന്നോ മാനസാന്തരപ്പെട്ടു. ആ മാനസാന്തരം നിൻ്റെ ജീവിതത്തിൽ ഇന്നും ഉണ്ടോ എന്ന് നീ തിരിഞ്ഞു നോക്കണം. മാനസാന്തരം വഴിക്ക് വെച്ചിട്ടേച്ച് പോന്നാൽ നിൻ്റെ കുടുംബജീവിതത്തിൽ അലോസരങ്ങളുണ്ടാകും. 5ാം ക്ലാസ്സിൽ എൻ്റെ മോന് വീട്ടിലേക്ക് വന്നിട്ട് ചോദിച്ചു, അപ്പേ ഈ അടിയിടുക എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചു. അടിയിടുക എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂളിൽ അടിക്കുന്നില്ലല്ലോ, പണ്ട് കാലത്തെ പോലെ ചൂറിലെടുത്ത് അടിക്കുന്നില്ല. അപ്പോൾ ആ അടി അല്ല അവൻ ഉദ്ദേശിച്ചത്. അടിയിടുക എന്ന് പറയാൻ അവൻ സിനിമ കണ്ടിട്ടില്ല, അവൻ്റെ അപ്പനും അമ്മയും അടിക്കുന്നത് അവൻ കണ്ടിട്ടില്ല, പരസ്പരം നാക്കുകൊണ്ട് തല്ലുന്നത് അവൻ കണ്ടിട്ടില്ല. കാരണം ഞങ്ങൾ തമ്മിൽ വാദങ്ങൾ വരാറില്ലേ? വരാറുണ്ട്, തീർച്ചയായിട്ടും വരും. അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറില്ലേ? വരും. പക്ഷേ അഭിപ്രായ വ്യത്യാസം തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാവും ഞാൻ സംസാരിക്കുന്നത് ആരോടാണ്? അയൽവക്കത്തെ വീട്ടിലെ മനുഷ്യനോടല്ല, ഞാൻ കീഴ്പ്പെട്ടും ഭയപ്പെട്ടും ഇരിക്കുന്ന എൻ്റെ ഭർത്താവിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ആരുടെ ഉള്ളിൽ? പരിശുദ്ധാത്മാവ് പറയും, എൻ്റെ ഭാര്യയുടെ ഉള്ളിൽ പറയും. ഞാൻ കരുതേണ്ട ബലഹീന പാത്രമാണ്, ആ പാത്രത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ആര് പറയും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരും. പ്രിയപ്പെട്ടവരെ, ആ വാക്കുകൾ, പൊരുത്തക്കേടിൻ്റെ വാക്കുകൾ എൻ്റെ കുഞ്ഞുങ്ങൾ കേട്ടിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തോടെ അവർക്ക് ജീവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഭയം കൊടുത്തു. മാനസാന്തരം തന്നതാ. സുവിശേഷം കേട്ടതിന് ശേഷം എനിക്ക് കിട്ടിയ മാനസാന്തരമാണ്, എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റമാണ്. അണ്ടകടാഹങ്ങളെ മെനഞ്ഞ ദൈവത്തെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ പഠിപ്പിച്ചു. അണ്ടകടാഹങ്ങളെ മെനഞ്ഞ ദൈവം, ഒരു ഭൂതത്തിൻ്റെ മുൻപിൽ എൻ്റെ ദൈവം മുട്ടുകൊടുക്കുമോ? ഇല്ല. ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് മുൻപിൽ എൻ്റെ ദൈവത്തിന് മുട്ടുകൊടുക്കാൻ സാധിക്കുമോ? ഇല്ല. വാക്കുകൾ കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, നിയന്ത്രിക്കുന്ന എൻ്റെ ദൈവത്തിനെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റും. എവിടെ എഴുതി വെച്ചേക്കണേ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ഈ സുവിശേഷം കേട്ടതിന് ശേഷം എനിക്ക് എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ആര് തുറക്കണം? ഞാൻ തുറക്കണം. എൻ്റെ ചോയ്സാ, തുറക്കണമോ തുറക്കണ്ടയോ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ വാതിൽ അടച്ചിട്ടുകൊണ്ട്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഹൃദയത്തിൻ്റെ വാതിൽ അടച്ചിട്ടുകൊണ്ട് നിങ്ങൾക്ക് ആരെ തോൽപ്പിക്കാം? നിത്യനായ ദൈവത്തെ തോൽപ്പിക്കാം. ഹൃദയത്തിൻ്റെ വാതിൽ മലർക്കെ തുറന്നിട്ടുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കാം. പ്രിയപ്പെട്ട, ഇറ്റ്സ് യുവർ ചോയ്സ്, ഇറ്റ്സ് അപ്പ് ടു യു. നിങ്ങൾക്ക് എന്നോട്, ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, ഒരു കൊച്ച് നമ്മുടെ കാൽവറി പ്രയർ ഫെലോഷിപ്പിൻ്റെ ഹാളിൽ ഇവിടെ എഴുതി കാണിച്ചല്ലോ, എല്ലാ 2-ാം ശനിയാഴ്ചയും 1:45 മുതൽ 3:15 വരെ പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. പിള്ളേർക്ക് അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പോരുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറോടെ അവിടെ ഇരുന്നതിന് ശേഷം പോരുന്നത് നല്ലതാണ്. ആ ക്ലാസ്സിൽ 10-ാം ക്ലാസ്സിൽ 9-ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. 10-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ച് എന്നോട് ചോദിച്ചു, സാറേ, ഈ ദൈവം തന്നെ എല്ലാ പ്രശ്നത്തിനും കാരണം. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്താന്ന്. അപ്പം ഞാൻ വിചാരിച്ചു, ഈ ചോദ്യം എല്ലാ പിള്ളേരും കേൾക്കാൻ പറ്റുന്ന ചോദ്യമല്ല. അപ്പം അതുകൊണ്ട് ഞാൻ അവനെ അവിടെ ഇരുത്തി. ക്ലാസ് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോകുന്നതിന് മുൻപ്, അന്ന് ചായ ആ സമയത്താണ്, തോളത്ത് കൈയിട്ടുകൊണ്ട് ഞാൻ അവനെ ആ ടാറിട്ട റോട്ടിൽ കൂടെ നടത്തിക്കൊണ്ട് ചോദിച്ചു, മോൻ എന്നെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു.
ഏദൻ തോട്ടത്തിൽ എത്ര വൃക്ഷമാണ് സാറേ ദൈവം നട്ടത്? എന്നെക്കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുക അവൻ. ഏദൻ തോട്ടത്തിൽ എത്ര വൃക്ഷമാണ് നട്ടത്? 2 വൃക്ഷം നട്ടു. അവൻ അനേക വൃക്ഷം നട്ടു. അവൻ ഉദ്ദേശിച്ച ചോദ്യത്തിന് 2 ഉത്തരം കിട്ടണം അവന്. ശരി, 2 നട്ടു. ആദാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നടക്കുമെന്ന് ദൈവം മുൻകൂട്ടി കാണുന്നില്ലേ? കാണുന്നുണ്ട്. ദൈവത്തിന് എല്ലാം അറിയാം. ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആദാം പാപം ചെയ്യുമെന്നും ദൈവത്തിന് അറിയാൻ പാടില്ലേ? അപ്പം ഞാൻ ഉത്തരം നിർത്തി. ശരി, ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ആദാം പാപം ചെയ്യുമെന്ന് ആർക്കറിയാം? അവൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ്? സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അങ്ങനെയെങ്കിൽ അവിടെ എത്ര മരം നട്ടാൽ മതിയായിരുന്നു? 1 മരം നട്ടാൽ മതിയായിരുന്നു. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അവിടെ നടണ്ടായിരുന്നു. ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നട്ടാൽ മതിയായിരുന്നു. ആദാം പാപം ചെയ്യുമല്ലോ മറ്റേ മരം നട്ടു കഴിഞ്ഞാൽ. സ്വർഗത്തിലെ ദൈവം അത് നടാതിരുന്നെങ്കിൽ ആദാം പാപം ചെയ്യുമായിരുന്നോ? എന്നും പർദീസായിൽ അവന് ജീവിക്കാമായിരുന്നു. ഏദൻ തോട്ടത്തിൽ അവന് ജീവിക്കാമായിരുന്നു. അവൻ പറഞ്ഞു വരികയാണ്. ഇന്നത്തെ യുവതലമുറയുടെ ചോദ്യമാണ്. യുവതലമുറയെന്ന് ചിന്തിക്കേണ്ട, യൂട്യൂബ് ചാനലുകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് ഞാനിവിടെ പറയുകയില്ല. ഈ ചോദ്യമൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് ചിലപ്പോൾ അവിടെ കാണുമായിരിക്കും. ദൈവം മണ്ടനോ എന്ന എന്ന ടൈറ്റിലോടുകൂടി യൂട്യൂബിലൊക്കെ വളരെ അനസ്യൂതം വളർന്നുകൊണ്ടിരിക്കുകയെ ചർച്ചയൊക്കെ. നമ്മുടെ പിള്ളേരൊക്കെ ചർച്ച ചെയ്യുന്ന കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഈ പിള്ളേർ എന്താ അച്ചടക്കത്തോടെ ഇരുന്നൊക്കെ വേദോസ്തവമൊക്കെ വായിച്ച് അല്ലേ, നമ്മുടെ കൂടെ പ്രയറിനൊക്കെ പോകുന്നു, ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി. അങ്ങനെയൊന്നും അല്ല നമ്മുടെ പിള്ളേർ വളരുന്നത്. നമ്മുടെ പിള്ളേർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്കൂളിലും കോളേജിലും ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്തു മോനെ, ദൈവത്തിന് ആവശ്യം ഒരു റോബോട്ടിനെ അല്ല. ദൈവത്തിന് ആവശ്യം ഒരു റോബോട്ടിനെ അല്ല. ഒരു റോബോട്ടിനെയാണ് ദൈവത്തിന് ആവശ്യമെങ്കിൽ മനുഷ്യനെ ഉണ്ടാക്കി ഒരു കീ കൊടുത്തങ്ങ് വിട്ടാൽ മതി. ആ കീ കൊടുത്ത് നല്ലത് മാത്രം ചെയ്ത് ഈ ഭൂമിയിലൂടെ ജീവിച്ചോളും. ദൈവത്തിന് ആവശ്യം എന്താണ്? സ്വതന്ത്ര ബുദ്ധിയോടെ ചിന്തിച്ച് ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെയാണ് ദൈവത്തിന് ആവശ്യം. അവൻ ചിന്തിച്ച് തീരുമാനമെടുക്കണം. അവൻ്റെ മുൻപിൽ അവസരങ്ങളുണ്ട്, തെറ്റായ വഴിയിലൂടെ പോകാനും ശരിയായ വഴിയിലൂടെ പോകാനും. നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അവന് പറിച്ച് തിന്നാനും തിന്നാതിരിക്കാനും അവസരമുണ്ട്. അവൻ്റെ ചുമതലയാ അത് മനസ്സിലാക്കി തിന്നരുതെന്ന് ആര് പ്രമാണം കൊടുത്തിട്ടുണ്ട്? സ്വർഗത്തിൽ ദൈവം പ്രമാണം കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് തിന്നാൻ പോവരുത് എന്നുള്ളത് ആരുടെ ഉറപ്പാണ്? ആരുടെ തീരുമാനമാണത്? മനുഷ്യൻ്റെ ഉറപ്പായിരിക്കണം. പ്രിയപ്പെട്ട ദൈവപൈതലേ, അത് തന്നെയാണ് സാറായ്ക്കും സംഭവിച്ചത്. നമ്മൾ വർഷാവസാന പ്രാർത്ഥനയിൽ കേട്ടില്ലേ? 2 പേരുടെ വായിൽ നിന്ന് സാറായുടെ കാര്യം കേട്ടില്ലേ? സാറ അവസരമുണ്ട്, പോവണ്ട, നിനക്കൊരു വാഗ്ദത്ത സന്തതി ഉണ്ടാകും. പിന്നെ സാറ ചിന്തിക്കണമോ? വേറെ വഴി വേണ്ട. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉറപ്പോടെയുള്ളൊരു ജീവിതം നമ്മൾ പേര് വിളിക്കും, അത് നിൻ്റെ തലയവരെയാന്ന് പറയും അല്ലേ? നശിച്ചു പോയാൽ ആദാമിൻ്റെ തലയവരെയത്. ആദാമിൻ്റെ തലയവരെയാണ് നശിച്ചു പോവുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് സുവിശേഷം കേട്ടപ്പോൾ മനസ്സിലായി, തലയവര എന്നൊന്നില്ല. നിൻ്റെ ചോയ്സാണ്. നീ നന്നാവണമോ നീ ചീത്തയായി പോകണമോ എന്നുള്ളത് നിൻ്റെ തിരഞ്ഞെടുപ്പാണ്. സ്വർഗത്തിലെ ദൈവം എന്തുമാത്രം ആഗ്രഹിക്കുന്നു? നമ്മെ വളർത്തി വലുതാക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു. ഞാൻ സ്വപ്നം കാണാറുണ്ട് ആദാമിൻ്റെ കുടുംബം. ആദാം ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു? കുറേ കാലം ജീവിച്ചു. 930 വർഷക്കാലം ജീവിച്ചു. ആദാമിൻ്റെ മോൻ്റെ പേരെന്താ? 2 മക്കളുണ്ട് സാറേ, ഹാബേലും കായേനും. അല്ല, അവർ 2 പേരും ഈ ഭൂമിയിൽ നിന്ന് ഒന്ന് ജീവനോടെ ഇല്ലാതായി പോയി, ഒന്ന് മരണം മൂലം വധം മൂലം കൊല്ലപ്പെട്ടത് മൂലം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി ഹാബേൽ. ദൈവം അവനൊരു നല്ല മോനെ കൊടുത്തു, തലമുറയെ കൊടുത്തു. മോൻ്റെ പേരെന്താ? ശേത്ത്. ആദാമിൻ്റെ മോൻ്റെ പേര് ശേത്ത്. ശേത്തിൻ്റെ മോൻ്റെ പേര് ഏനോശ്. ഏനോശിൻ്റെ മോൻ്റെ പേര് കേനാൻ. കേനാൻ്റെ മോൻ്റെ പേര് മഹലലേൽ. മഹലലേലിൻ്റെ മോൻ്റെ പേര് യാരദ്. യാരദിൻ്റെ മോൻ്റെ പേര് വേദോസത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചതാരാ? മെതൂശലഹ്. മെതൂശലഹിൻ്റെ അപ്പനായ ഹാനോക്ക്. യാരദിൻ്റെ മോൻ ഹാനോക്ക്. ഹാനോക്കിൻ്റെ മോൻ മെതൂശലഹ്. മെതൂശലഹിൻ്റെ മോൻ ലാമേക്ക്. ലാമേക്കിൻ്റെ മോൻ നോഹ. ആദാമിൻ്റെ എത്രാമത്തെ തലമുറയാണ് നോഹ? 10ാമത്തെ തലമുറ. ആദാമിൻ്റെ 10ാമത്തെ തലമുറ. ഈ 930 വർഷക്കാലം ആദാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എത്ര തലമുറ വരെയുള്ള മക്കളെ കണ്ടു? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എത്ര തലമുറയിലുള്ള മക്കളെ വരെ കണ്ടു? ഒരൊറ്റ വീട്ടിലാണ് ആദാം, ശേത്ത്,
ഏനോശ്, കേനാൻ, മഹലലേൽ, യാരദ്, ഹാനോക്ക്, മെതൂശലഹ്, ലാമേക്ക്, നോഹ. അങ്ങ് മുമ്പോട്ട് കിടക്കുക. എത്ര തലമുറ വരെ കണ്ടു? ഒമ്പതാമത്തെ തലമുറ വരെ കണ്ടു. 9ാമത്തെ തലമുറേനെ വരെ ഈ ഭൂമിയിൽ കണ്ടിട്ടാണ് ആദാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത്. 9ാമത്തെ തലമുറ ആരാ? നോഹയുടെ അപ്പൻ ലാമേക്ക്. ലാമേക്കിനെ 56 വർഷം ഈ ഭൂമിയിൽ കണ്ടു. ആദാം മരിച്ചതിന് ശേഷം 126 വർഷം കഴിഞ്ഞാണ് നോഹ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത്. ഞാൻ നീട്ടി പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലിരിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. 7ാമത്തെ തലമുറയിൽ ഹാനോക്കിനെ പറ്റി അവിടെ ഒരു വാക്ക് എഴുതി വച്ചിട്ടുണ്ട്. അതുവരെയും 7 തലമുറകൾ ഈ ഭൂമിയിലുണ്ടായി. ആദാം മുതൽ ഹാനോക്ക് വരെ ഉണ്ടായി. പക്ഷേ ഹാനോക്കിനെ പറ്റി ഒരു കാര്യം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. എന്താ? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ആരുടെ തിരഞ്ഞെടുപ്പായിരുന്നു അത്? ഹാനോക്കിൻ്റെ അപ്പൻ്റെ തിരഞ്ഞെടുപ്പാണ്. എന്ത് തിരഞ്ഞെടുപ്പ് കൊണ്ടാണ് ഹാനോക്ക് ഈ ദൈവത്തോട് കൂടെ നടക്കാൻ തീരുമാനമെടുത്തത്? ഹാനോക്കിൻ്റെ അപ്പൻ നടന്നത് കൊണ്ടാണോ? അല്ല, അത് ഹാനോക്കിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഹാനോക്കിൻ്റെ തിരഞ്ഞെടുപ്പാണ്. സാഹചര്യങ്ങൾ അത് തന്നെ, അതേ വീട് തന്നെ. ഞാൻ ധ്യാനിക്കാറുണ്ട്, ഒരു ചാരുകസേര ഉണ്ടെങ്കിൽ ചാരുകസേരയിൽ 1ാമത്തെ തലമുറ ആദാം കിടക്കുകയാണ്. അവർ ഭക്ഷണം കഴിക്കുന്നതെല്ലാം ചിലപ്പോൾ ഒരു പ്ലേറ്റിൽ നിന്നായിരിക്കും, ഒരേ പ്ലേറ്റിൽ നിന്നായിരിക്കും. സാഹചര്യങ്ങൾ എന്നും പഴയത് തന്നെയാണ്, അയൽവക്കംകാരെല്ലാം പഴയത് തന്നെയാണ്. പക്ഷേ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഹാനോക്കിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഞാൻ വീണ്ടും ധ്യാനിക്കാറുണ്ട്. ഈ ഹാനോക്കിൻ്റെ മോൻ മെതൂശലഹ് ഒരു 10 വയസ്സൊക്കെ ആയപ്പോൾ നന്നായിട്ട് വർത്തമാനം പറഞ്ഞു കാണും. വല്യപ്പച്ചൻ ആദാമിൻ്റെ അടുക്ക് ചെന്ന് ചോദിച്ചു, എന്തേ അപ്പച്ച അപ്പച്ചന് പറ്റാതിരുന്നേ? എൻ്റെ അപ്പന് പറ്റിയില്ലോ. എൻ്റെ അപ്പനേതാ? ഹാനോക്ക്. എൻ്റെ അപ്പന് പറ്റി, എന്തേ അപ്പച്ചന് പറ്റാതിരുന്നേ? എന്തായിരുന്നു ഉത്തരം? 2 തുള്ളി കണ്ണുനീർ. ഞാൻ ധ്യാനിക്കാറുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാതൃക ഈ ഭൂമിയിൽ നമ്മുടെ വീട്ടിൽ ജീവിച്ച് കാണിച്ചു കൊടുത്ത് നമുക്ക് ഈ വീട്ടിൽ നിന്ന് കടന്നു പോകാം. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാം. മാതൃക ഈ ഭൂമിയിൽ നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാം. നമ്മുടെ തലമുറയെ ഓർത്ത് നമുക്കൊന്ന് കരയാം. ആദാമിന് ഉത്തരം ഉണ്ടായില്ല. എന്തിയെ പറ്റിയത്? അപ്പച്ചനെ പറ്റാതിരുന്നത്. എൻ്റെ അപ്പന് പറ്റിയല്ലോ. എൻ്റെ അപ്പന് പറ്റി, ഹാനോക്കിന് പറ്റി, ആദാമിന് എന്തിയെ പറ്റാതിരുന്നേ? തലേവരെ എന്നാണോ ഉത്തരം? അതെൻ്റെ തലേവരെ എന്നാണോ? അല്ല മോനെ, എൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി. തലേവര എന്നൊന്നില്ല. വീണ്ടും സ്വർഗത്തിലെ ദൈവം എനിക്ക് ചിന്ത തന്നു. ദൈവത്തിന് പ്രവർത്തിക്കാൻ വലിയ കാര്യമായിട്ട് ചാൻസ് ഒന്നും വേണ്ട. 99.99% ഒന്നും വേണ്ട. 100ൽ നിന്ന് 99.99 കുറച്ചാൽ 0.01. അത്രയും ശതമാനം പോലും എൻ്റെ ദൈവത്തിന് വേണ്ട അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ. ഏലിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 1ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചു, മോനെ ഒന്ന് പോയി നോക്കിക്കേ, മേഘത്തിൻ്റെ ചാൻസ് എന്തെങ്കിലും ഉണ്ടോ? മഴ പെയ്യാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? രാജാക്കന്മാരുടെ 1ാമത്തെ പുസ്തകം 18ാം അധ്യായത്തിൻ്റെ 42ാമത്തെ വാക്യം. 1 രാജാക്കന്മാർ 18:42. ഏലിയാവ് കാല് മുഴങ്കാലുകളുടെ ഇടയിലേക്ക് തിരികിക്കൊണ്ട്, തല മുഴങ്കാലുകളുടെ ഇടയിലേക്ക് വെച്ചുകൊണ്ട് ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ഇടയ്ക്ക് ഹൃദയത്തിലൊരു ഭാരം. ഒന്ന് ചെന്ന് നോക്കിക്കേ, മേഘമുണ്ടോ? ബാലൻ പോയി, അവന് വല്ല അറിയാവോ? ബാലൻ പോയി നോക്കി, മേഘമുണ്ടോ? ഇല്ല, മേഘമില്ല. പ്രാർത്ഥന നിർത്തിയോ? ഇല്ല. 2ാമത്തെ വട്ടവും നോക്കി, പ്രാർത്ഥിച്ചു, ഒന്ന് ഇന്ന് നോക്കിക്കേ, മേഘമുണ്ടോ? മേഘമില്ല. 3ാമത്തെ വട്ടവും പോയി, മേഘമുണ്ടോ? മേഘമില്ല. 4 പോയി, 5 പോയി, 6 പോയി. 7ാമത്തെ വട്ടം കൈപ്പത്തിയോളം മേഘമുണ്ട്. പിന്നെ പ്രാർത്ഥിച്ചോ? പിന്നെ ഓട്ടമാണ്. പിന്നെ പ്രാർത്ഥിച്ചില്ല. കൈപ്പത്തിയോളം ഒരു മേഘം കൊണ്ട് ഈ ഭൂമിയെ മുക്കുവാൻ, വൻമഴ പെയ്യിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. ഇന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കാം, രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല. ബാക്കി 99.99 എന്ന് ഡോക്ടർ വിധി എഴുതിയാലും ഒരു 0.01 അവിടെ കിടക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ ഒരു ചാൻസ് അവിടെ ഉണ്ട്. അവിടെ പ്രവർത്തിക്കാൻ നിൻ്റെ ദൈവത്തിന് സാധിക്കും. നീ നോക്കിയാൽ ഈ കടം എങ്ങനെ മാറുമെന്ന് യാതൊരു ഐഡിയയും നിൻ്റെ മനസ്സിലേക്ക് വരികയില്ല. പ്രിയ ദൈവവൈതലേ, മാനസാന്തരപ്പെട്ടാൽ നിന്നോടുള്ള ഉത്തരം ഇതാണ്. അവിടെ ഒരു വഴി സ്വർഗത്തിലെ ദൈവം തെളിക്കും. അവിടെ ഒരു സ്വർഗത്തിലെ ദൈവം തെളിക്കും. സമാധാനം ഉണ്ടാകാൻ ഈ കുടുംബത്തിൽ ചില വ്യക്തികൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലേ ഈ കുടുംബത്തിൽ സമാധാനം വരികയുള്ളൂ എന്നെല്ലാം ചിലർ സ്വന്തം കുടുംബത്തെ നോക്കി പറഞ്ഞെന്നിരിക്കാം. പക്ഷേ ഉത്തരം ഇതാണ്, ഒരു ചാൻസും ഇല്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം അവിടെ സമാധാനം തരാൻ പര്യാപ്തമാണ്. ഭർത്താവുമായി ഒന്ന് സംസാരിക്കാൻ, ഒന്ന് ചേർന്നിരുന്ന് സംസാരിക്കാൻ, ഒന്ന് ആശയങ്ങൾ പങ്കിടാൻ കൊതിക്കുന്ന വീട്ടമ്മമാരുണ്ട്. അവർക്ക് പുറത്തിറങ്ങാൻ ചിലപ്പോൾ അവസരങ്ങൾ കിട്ടിയെന്ന് വരികയില്ല.
അപ്പോൾ അവർ പറയും ഒന്ന് ചേർന്ന് സംസാരിക്കുക, ഒന്ന് സംസാരിക്കാൻ പറയും. എന്താ ഇപ്പോൾ സംസാരിക്കണേ? പ്രിയപ്പെട്ടവരെ, കൊതിക്കുന്ന ഹൃദയത്തിൽ ഒരു ചാൻസും ഇല്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറയും അവിടെയും ചാൻസ് ഉണ്ട്, അവിടെയും ചാൻസ് ഉണ്ട്. ദൈവം എന്നെ പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നാം ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കണം. നാം മാനസാന്തരപ്പെട്ടവനായി പ്രാർത്ഥിക്കണം. ബാലൻ തൻ്റെ വഴിയെ നിർമ്മലമാക്കുന്നതെങ്ങനെ? നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. വചനപ്രകാരം, വചനത്തിന് വിരുദ്ധമായി നാം വഴിയുണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ ജീവിക്കുന്നുണ്ട്, എനിക്ക് ജയജീവിതം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വചനപ്രകാരമല്ല. ബെട്രാൻഡ് റസൽ പറഞ്ഞ പോലെ ഇരിക്കും. അത് വചനപ്രകാരമല്ല. വചനമുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു ശിഷ്യൻ എങ്ങനെയെന്ന് ഏലീശ പ്രവാചകനെ നോക്കി പഠിക്കാൻ വചനം പഠിപ്പിക്കുന്നു. ഒരു ഗുരു എങ്ങനെയെന്ന് ഏലിയ പ്രവാചകനെ നോക്കി പഠിക്കാൻ വചനം പഠിപ്പിക്കുന്നു. ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ, അമ്മായിപ്പൻ, അമ്മാവിയമ്മ, എല്ലാവരും, യജമാനൻ, ജോലിക്കാരൻ, എല്ലാവർക്കുമുള്ള പ്രമാണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനപ്രകാരം ജീവിക്കണം. വചനപ്രകാരം ജീവിക്കണമെന്ന് യേശുക്രിസ്തു എന്നെ പഠിപ്പിച്ചു. യേശുക്രിസ്തു എന്നെ പഠിപ്പിച്ചു. നിത്യനായ ദൈവത്തെ എനിക്ക് തോൽപ്പിക്കാമെന്ന് ക്രിസ്തു എന്നെ പഠിപ്പിച്ചു. എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ കൊട്ടിയടച്ചുകൊണ്ട്, ഒരിക്കലും ഒരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ കൊട്ടിയടച്ചതുകൊണ്ട് ആദാം അടച്ചതുപോലെ നിത്യനായ ദൈവത്തെ തോൽപ്പിക്കാമെന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ പഠിപ്പിച്ചു. എല്ലാ ദിവസവും മാനസാന്തരപ്പെട്ട ഞാൻ വീണ്ടും വീണ്ടും മാനസാന്തരപ്പെടണമെന്ന് യേശുക്രിസ്തു എന്നെ പഠിപ്പിച്ചു. സുവിശേഷം എന്നെ പഠിപ്പിച്ചു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളായി, ഞാൻ വാക്കുകളെ പ്രാർത്ഥന എന്നും സ്വർഗത്തിലെ ദൈവം എന്നോട് പറയുന്ന വാക്കുകളാണ് ഈ പുസ്തകം നിറച്ചെഴുതി വച്ചിരിക്കുന്നതെന്നും എന്നെ പഠിപ്പിച്ചു. ഞാൻ കൈവച്ച് വരതണ്ട, ഞാൻ കണ്ണുകൊണ്ട് വരതണ്ട, എവിടെയാണ് എനിക്കുള്ള വാക്കെന്ന്. ഏതധ്യായം നീ ആവശ്യക്കാരനായി ബുദ്ധിമുട്ടിൽ നീ പ്രാർത്ഥിച്ചാൽ, നീ വായിച്ചാൽ നിനക്കുള്ള സന്ദേശം അവിടെ ഉണ്ടാകുമെന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ പഠിപ്പിച്ചു. എൻ്റെ ദൈവത്തിന് കണ്ണുണ്ടെന്ന് പഠിപ്പിച്ചു, കാതുണ്ടെന്ന് പഠിപ്പിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാനസാന്തരപ്പെട്ടവരായി നമുക്ക് മുമ്പോട്ട് പോകാം. നാം യാഗം കഴിക്കണം കേട്ടോ. ഇന്ന് ആടിനെയും പോത്തിനെയും പശുവിനെയും ഒന്നും നാം പിടിക്കണ്ടായിരിക്കും, പക്ഷേ യാഗം കഴിക്കണം. നമ്മുടെ ഹൃദയമാകുന്ന തൊഴുത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുറേ മൃഗങ്ങളുണ്ട്. നമ്മുടെ ഹൃദയമാകുന്ന തൊഴുത്തിലൂടെ അലഞ്ഞു തിരിയുന്ന കുറേ മൃഗങ്ങളുണ്ട്. അത് കോപത്തിൻ്റെ ചില മൃഗങ്ങൾ കാണും, മുൻകോപത്തിൻ്റെ ചില മൃഗങ്ങളായിരിക്കാം, ലൈംഗിക ആസക്തിയുടെ, അടക്കാത്ത ലൈംഗിക ആസക്തിയുടെ ചില മൃഗങ്ങളായിരിക്കാം. അതിൻ്റെ പേര് പറയും നാം കണ്ണിന്മേൽ ജയമില്ല എന്ന്. അങ്ങനെ പേര് പറയല്ലേ, ലൈംഗിക ആസക്തി എന്ന് തന്നെ പറയൂ. ആ മൃഗത്തെയും പിടിക്കണം. ആ മൃഗത്തെയെല്ലാം ഹൃദയത്തിലിട്ടുകൊണ്ട് നാം യാഗം കഴിക്കണം. അപ്പോൾ നാം എന്താവും? മാനസാന്തരപ്പെട്ടവരാകും. മാനസാന്തരപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗമുത്തരം നൽകും. ആ കാലത്തെയാണ് അവൻ എന്ത് പേര് വിളിക്കുക? ശുഭഭാവി എന്ന് പേര് വിളിക്കുക. മാനസാന്തരപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന കാലത്തെ ശുഭഭാവി എന്ന് പേര് വിളിക്കാം. ശുഭഭാവി. ഏതാണ് ശുഭഭാവി? മാനസാന്തരപ്പെട്ട എൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗ ഉത്തരം നൽകും. എൻ്റെ വീട്ടിൽ സ്തുതിയുടെ ആനന്ദഗാനങ്ങൾ മുഴങ്ങും. നിൻ്റെ ഉറപ്പാണ്. നീ മാനസാന്തരപ്പെട്ടാൽ മതി. ആ ഒരൊറ്റ ടെക്നിക്ക് ഇന്ന് നടക്കട്ടെ പ്രിയപ്പെട്ടവരെ. പ്രമാണത്തിനനുസരിച്ച് ജീവിക്കുക. പ്രമാണത്തിനനുസരിച്ച് നമുക്ക് ശാന്തമായി നമ്മുടെ പുസ്തകങ്ങളെ അടച്ച്, കണ്ണുകളെ അടച്ച് നിത്യനായ ദൈവത്തോട് നമ്മുടെ സമർപ്പണങ്ങളെ ഒന്ന് ഉരുവിടണം. നമ്മുടെ സമർപ്പണങ്ങളെ ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ, കർത്താവേ, മാനസാന്തരം എന്താണെന്ന് ഞങ്ങൾക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നു. നാഥ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ തീരുമാനിക്കുന്നു. അതിനുശേഷം ഞങ്ങളുടെ നാവ് കൊണ്ടൊന്ന് പറയട്ടെ. കർത്താവേ, ഈ ഹോളിലേക്ക് ഇതുവരെയും കടന്നു വന്ന ഈ നിമിഷം വരെയും ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ സകല തിന്മ പ്രവൃത്തികൾക്കും സകല പാപപ്രവൃത്തികൾക്കും പരിഹാരമാണ് കാൽവരി ക്രൂശിൽ അവിടെ നിന്ന് തകർക്കപ്പെട്ടത്. ഞങ്ങൾ കണ്ണുകൊണ്ട് ചെയ്ത സകല പാപങ്ങൾക്കും അവിടുന്ന് മുൾക്കിരീടം ചൂടി അവിടുത്തെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഞങ്ങൾ കൈകൊണ്ട് ചെയ്ത സകല അഴുക്കുകൾക്കും അവിടുത്തെ 2 കൈയിലും ആണി തറയ്ക്കപ്പെട്ടു. ഞങ്ങൾ കാലുകൊണ്ട് നടന്ന് ചെയ്ത സകല അഴുക്കുകൾക്ക് അവിടുത്തെ അവരുടെ ശരീരം അടിച്ച് പതറി ചിതറിച്ചു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ ധ്യാനിക്കുന്നു. കാൽവരി ക്രൂശിന് നിന്നോടെന്തെങ്കിലും പറയുവാനുണ്ടോ? നിനക്കെന്തെങ്കിലും ഈ കുരിശിനോട് ഉറപ്പ് കൊടുക്കുവാനുണ്ടോ? ഉണ്ട് കർത്താവേ, ഉണ്ട്. ഇനി മുതൽ ഞാൻ എൻ്റെ ജീവിതം അഴുക്കിലേക്ക് വിടുകയില്ല. എൻ്റെ ജീവിതം കർത്താവേ, ഞാൻ പാപത്തിൽ മുഴുകി ജീവിച്ചത് ഇപ്പോൾ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുന്നു. ഇനി മുതൽ അവിടുത്തെ ഹൃദയത്തിന് സമാധാനം തന്നുകൊണ്ട് ഈ ഭൂമിയിലൂടെ ജീവിക്കും. അറിയാതെ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ വന്നാൽ അവിടുത്തെ തിരുരക്തത്തിൽ ഞാൻ അഭയപ്പെടും, ശരണപ്പെടും. സ്വർഗരാജ്യം എനിക്ക് മുടക്കരുതേ. കർത്താവെ, എന്നെ ഒന്ന് വിളിക്കാമോ? മാനസാന്തരപ്പെട്ടവനെന്ന് അവിടുന്ന് ദാനിയേൽ പ്രവാചകനെ വിളിച്ചു. ഉത്കൃഷ്ട മാനസനെന്ന് പേര് വിളിച്ചു.
ഉയർന്ന മനസ്സുള്ളവൻ. അടിമയായിരിക്കുമ്പോഴും അവൻ്റെ പേര് ഉത്കൃഷ്ട മനസ്സെന്ന. സ്തോത്രം. അടിമയായി ആഗ്രഹങ്ങളെല്ലാം സപ്രസ് ചെയ്യുമ്പോഴും അവനെ സ്വർഗത്തിലെ ദൈവം പേര് വിളിക്കുന്നത് ഉത്കൃഷ്ട മനസ്സെന്ന. ഉത്കൃഷ്ട മനസ്സ്, ഉയരാൻ ആഗ്രഹിക്കുന്ന മനസ്സുള്ളവരെ, ആത്മീയമായും ഭൗതികമായും ഉയരാൻ ആഗ്രഹിക്കുന്ന മനസ്സ് കർത്താവെ ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായി തരണമേ. അപ്പോൾ വീണ്ടും പ്രവാചകന് പേര് കൊടുത്തു, ഏറ്റവും പ്രിയ പുരുഷ. കർത്താവെ ഞങ്ങളെയും ആ പേര് ഒന്ന് കേൾപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ ശരീരങ്ങളെല്ലാം അവിടെ നിന്ന് കാണുന്നുവല്ലോ. ഞങ്ങളുടെ ഭവനത്തെ ചൊല്ലി ഞങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചൊല്ലി ഞങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട്. ഞങ്ങളുടെ വിശുദ്ധ ജീവിതത്തെ ചൊല്ലി ഞങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട്. ഞങ്ങളുടെ കൺവെൻഷനെ ചൊല്ലി ഞങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അവിടെ ഉത്തരം നൽകണമേ. അതിൻ്റെ ശുഭഭാവി എന്ന് ഞങ്ങളൊന്ന് പേര് വിളിക്കട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംബന്ധവും സഹവാസവും ഞങ്ങളുടെ ഭവനത്തിലേക്ക് കൂടെ പോരുമെന്ന്, ഞങ്ങളുടെ ജീവിതങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവമേ, നിന്നെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. വചനപ്രകാരം ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുമെന്ന് ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പണം പറയുന്നു. യേശുവേ സ്തോത്രം. ഞങ്ങൾ ഇന്നു മുതൽ ഞങ്ങളുടെ ഭാര്യാഭർത്തൃ ജീവിതം അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫുകളെല്ലാം ഹാർമോണിയസ് ലൈഫായിരിക്കുമെന്ന് നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ തീരുമാനം പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആദാമിൻ്റെ തലമുറയെ കണ്ടുപഠിച്ചതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ തലമുറയ്ക്ക് മാതൃകയില്ലാത്തവരായ കുഞ്ഞുങ്ങളായി പോകാതെ മാതൃകയുള്ളവരായി ജീവിച്ച് കാണിക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. ഹാനോക്കിനെ പോലെ. ജീവനുള്ള ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. തന്ന സമർപ്പണങ്ങൾക്കും തീരുമാനങ്ങൾക്കുമായി സ്തോത്രം. തന്ന ഒത്തൊരുമയ്ക്കായി സ്തോത്രം. കൺവെൻഷന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാൻ, ഇന്നു മുതൽ ഇടിവിൽ നിന്ന് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, വിശുദ്ധി പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമേ. ഞങ്ങളുടെ ഇല്ലായ്മകളിലേക്ക് സ്വർഗത്തിലെ ദൈവമേ, കണ്ണുള്ള ദൈവമേ, കാതുള്ള ദൈവമേ, അവിടെ നിന്ന് നോക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് അവിടെ നിന്ന് ഉത്തരം നൽകണമേ. സകലവും ഞങ്ങൾക്ക് ആ ജീവനെ തന്ന അരുമരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ യാചിക്കുന്ന പുണ്യപിതാവേ, കൃപയോടെ കേട്ട് തിരുവുള്ളം പോലെ മാത്രം ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും എന്നും എന്നാളും എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ശാന്തമായി നമുക്ക് പിരിയാം. ലഘുഭക്ഷണം കരുതിയിട്ടുണ്ട്. കഴിച്ച ഗുണത്തെ ഓർപ്പിക്കുകയാണ്. കൺവെൻഷൻ്റെ കാര്യം പറഞ്ഞുവല്ലോ. അടുത്ത മാസം 22-ാം തീയതി 4ാമത്തെ ഞായറാഴ്ച കൺവെൻഷനാണ്. അതിനുവേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക. ലഭിച്ച ജീവൻ്റെ ദാനം നഷ്ടപ്പെട്ടു പോകാതെ നാം ശ്രദ്ധയോടെയും കരുതലോടെയും പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച 1 ഞായറാഴ്ച നമുക്ക് ഈ ഹാളിൽ വെച്ച് മീറ്റിംഗ് കൊണ്ട് നമ്മളെ പ്രിയപ്പെട്ടവരെല്ലാവരെയും കൂട്ടി വരുത്തണമെന്ന് ഓർപ്പിക്കുകയാണ്.